പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു ചെറിയ സമയമാറ്റമാണ്. 7 മുതൽ തുടങ്ങുന്നു. പ്രിയപ്പെട്ട അതിഥികൾ സ്റ്റുഡിയോയിൽ തന്നെ എത്തുന്ന തീവാറും ചർച്ചാവേദി. വെൽക്കം ഡിയേഴ്സ് എൻകൗണ്ടർ പ്രൈം. ഒരു ദശാബ്ദക്കാലത്തിന് ശേഷമാണ്, 10 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തോട് നേർക്കുനേർ വിറയ്ക്കാത്തൊരു പ്രതിപക്ഷ ശബ്ദം രാജ്യത്തിന്റെ അധികാരക്കുന്നിൽ മുഴങ്ങിത്തുടങ്ങിയ 18ാം ലോക്സഭയ്ക്കാണ് തുടക്കം. ആ ലോക്സഭയിൽ 8ാം വട്ടം ഏറ്റവും മുതിർന്ന സാമാജികൻ കൊടിക്കുന്നിലിനെ വെട്ടിയ ഒരു കീഴ്വഴക്ക ലംഘനത്തിൽ ആദ്യ മണിക്കൂറിൽ തന്നെ തുടങ്ങിയ വിയോജിപ്പിന്റെ മുദ്രാവാക്യങ്ങളിൽ അങ്ങേയറ്റം പ്രതീക്ഷയിൽ ഒരു തപസ്സു കണക്കെ രാപ്പകൽ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ വഞ്ചിച്ച ആ പ്രവേശന പരീക്ഷാ ക്രമക്കേടുകളിൽ അതിന്റെ ക്രെഡിബിലിറ്റിയെ കഴിവേറ്റിക്കൊന്ന ഭരണകൂടത്തിന്റെ കൊടുമ്പരാജയമടക്കം പുതിയ പ്രതിപക്ഷത്തിന്റെ ആവനാഴിൽ ആവശ്യത്തിനാണ് ആയുധങ്ങൾ. അന്ന് ചോറിൽ ചോര വീണ ആ കർഷക സമരത്തെ പുച്ഛിച്ച് പുറങ്കാലിനടിച്ച മട്ടിൽ ഗോരിമാരോ സാരോങ്കോ എന്ന അഹങ്കാര ആക്രോശങ്ങളിൽ പൗരത്വ സമരത്തെ അടിച്ചൊതുക്കിയ മട്ടിൽ ഇന്ത്യ സഖ്യ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളെ അവഗണിച്ചു കളയാൻ, ആ നോട്ട്ബന്ദി പോലെ അജണ്ടകൾ അപ്പം ചുട്ടെടുക്കാൻ 56 ഇഞ്ച് മെലിഞ്ഞ് 240 മെരുങ്ങിയ ദുർബല BJPക്ക് ചിന്തിക്കാവതല്ല. അത് രാജ്യത്തിന്റെ ജനാധിപത്യ കരുത്താണ്. ആ 400 പാർ എന്ന സിംഗിൾ പാർട്ടി സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് സമവായ സർക്കാർ എന്ന് ആവർത്തിച്ച് നരേന്ദ്രമോദി ഇന്ന് അധികാരമേൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാണിക്കുന്നുണ്ട് ഒരു ചുവന്ന പുറഞ്ചട്ട. സാക്ഷാൽ ഭീംറാവ് അംബേദ്കറിന്റെ ആത്മാവ് തുടിക്കുന്ന ജനാധിപത്യത്തിന്റെ വിശുദ്ധ പുസ്തകം ഭരണഘടന. ആ പ്രചാരണ കാലത്തൊരു യോഗത്തിൽ ആ ചുവന്ന പുറഞ്ചട്ട ഉയർത്തിയപ്പോൾ കേട്ടതാണ് പരിഹാസം. മൂക്കറ്റം അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി മറുകണ്ഠം ചാടിയ പുത്തൻകൂറുകാരൻ ഹിമന്ത ബിശ്വ ശർമ്മ ചോദിക്കുന്നു, രാഹുലെ, ആ ചുവന്ന പുറഞ്ചട്ട എന്താ ചൈനീസ് ഭരണഘടനയാണോ? മര്യാദ കെട്ട ആ പരിഹാസത്തിന് 400 പാർ അപ്പുറം ആ വിശുദ്ധ പുസ്തകത്തെ കൈകാര്യം ചെയ്യാൻ നോക്കിയ ദുരൂഹ നീക്കങ്ങൾക്ക് രാജ്യം മുഖമടച്ചു കൊടുത്ത മാൻഡേറ്റിന്റെ കാര്യത്തിൽ റായ്ബറേലിയുടെ സാമാജികൻ സഭയിലിരിക്കുമ്പോൾ ചേർന്നിരിക്കുന്നത് അവധേഷ് പ്രസാദാണ്. രാമക്ഷേത്ര അജണ്ട പൊളിച്ച് കയ്യിൽ കൊടുത്ത് ജയ് ശ്രീറാം എന്ന പ്രാർത്ഥനാ മന്ത്രം രാഷ്ട്രീയ മുദ്രാവാക്യമാക്കിയതിനെ അപ്രസക്തമാക്കിയ അയോധ്യയുടെ ജനായത്ത നായകൻ. അയോധ്യ മാത്രമല്ല, സീതാപൂർ അടക്കം, ശ്രാവസ്തി അടക്കം, സാക്ഷാൽ വാരണാസി അടക്കം ആ വിശുദ്ധ പുസ്തകം മർമ്മത്തേൽപ്പിച്ച പ്രഹരത്തിൽ കോൺഗ്രസിന് നേർക്ക് പ്രധാനമന്ത്രി എഴുതിവിടുന്ന ഒളിയമ്പാണ് അടിയന്തരാവസ്ഥ. അതിന്റെ രാഷ്ട്രീയം എന്താണെങ്കിലും പ്രതിപക്ഷത്തെ വേട്ടയാടി സ്ഥാപനങ്ങളെ വരുതിയിലാക്കി രാജ്യഭരണം അഹങ്കാരമായാൽ അതിന്റെ മുനയൊടിക്കാൻ കെൽപ്പുണ്ട് എന്ന് പറയലാണ് അധികാരത്തോട് നേർക്കുനേർ പേടിയില്ലാത്ത ഇന്ത്യ എന്ന യാഥാർത്ഥ്യം. ആ മോദി വ്യക്തിയാഘോഷങ്ങൾ അവസാനിക്കലാണ്. ചർച്ചയാകുന്നത് ഡെമോക്രസിയുടെ വിശുദ്ധ പുസ്തകമാണ്. നക്ഷത്ര ശോഭയിൽ വീണ്ടും തെളിയട്ടെ വാക്കുകൾ ജനാധിപത്യം, മതേതരത്വം. 56 ഇഞ്ചിനപ്പുറം കരുത്താവട്ടെ പ്രിയാമ്പിൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ എം ലിജു, ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ KN ഗോപിനാഥ്, ശ്രീ ആനന്ദ് കൊച്ചുകൂടി എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ചർച്ചയിൽ ഏതെങ്കിലും സ്റ്റുഡിയോ ഫ്ലോറുകളിൽ നമുക്കൊപ്പം തന്നെ ചേരുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ, ഇവിടെ ഇന്ന് പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ എന്ന് പറഞ്ഞാൽ പ്രോട്ടേം സ്പീക്കറിൽ കൊടിക്കുന്നിലിനെ അവഗണിച്ചതിലെ പ്രതിഷേധം വിയോജിപ്പറിയിക്കുന്നു. അതിനുശേഷം ധർമ്മേന്ദ്ര പ്രധാൻ അധികാരത്തിലേക്ക് എത്താൻ പോകുമ്പോൾ നീറ്റ് എന്ന് പരിഹസിക്കുന്നു. കൊടിക്കുന്നിലിനെ ആദ്യം സത്യപ്രതിജ്ഞ ക്ഷണിക്കുമ്പോൾ ഞങ്ങളില്ല എന്ന് പറയുന്നു. അപ്പോൾ ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ വിട്ടുകൊടുക്കാൻ തരിമ്പ് പോലും ഒരുക്കമല്ല എന്ന് പറയുകയല്ലേ രാജ്യത്തെ പാർലമെന്റിൽ നിന്ന് പ്രതിപക്ഷം? സന്ദീപ് വാര്യർ, നോക്കൂ, നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് 3ാമതും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന് ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നൊരു ദിവസമാണ്. ആ ദിവസം സ്വാഭാവികമായിട്ടും നടക്കേണ്ട സത്യപ്രതിജ്ഞയും അതുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത 5 ദിവസക്കാലം അതുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ, സ്പീക്കർ തിരഞ്ഞെടുപ്പ്, ഒപ്പം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് നടക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ഇവിടെ മറ്റൊരു ബിസിനസ് നടക്കുന്നില്ല. ഈ സഭയ്ക്കകത്ത് ഇത്തരത്തിൽ തർക്കങ്ങൾ അതല്ലെങ്കിൽ ആക്രോശങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് കോൺഗ്രസ് എന്താണ് ലക്ഷ്യം വെക്കുന്നത്, ഈ പറയുന്ന മുന്നണി എന്താണ് ലക്ഷ്യം വെക്കുന്നത്, പ്രതിപക്ഷ മുന്നണി എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് അവർ തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ പാർലമെന്റ് എന്ന് പറയുന്നത്, ലോക്സഭ എന്ന് പറയുന്നത്, അവിടെ നടക്കേണ്ടത് ഡിബേറ്റും ഡിസ്കഷനുമാണ്. പക്ഷേ തുടക്കം മുതൽ തന്നെ ഡിസ്ട്രപ്ഷൻ എന്ന രീതിയിലേക്ക്, തടസ്സപ്പെടുത്തൽ എന്ന രീതിയിലേക്ക് കോൺഗ്രസും ഒപ്പമുള്ള ആളുകളും പോകുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. വസ്തുതാപരമായി അല്ലെങ്കിൽ നിയമപരമായി കീഴ്വഴക്കങ്ങളോ ഇല്ലാത്ത വിദണ്ഡവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റിനകത്ത് എന്തെങ്കിലുമൊക്കെ ബഹളമുണ്ടാക്കി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതിലപ്പുറം കോൺഗ്രസിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടേം സ്പീക്കർ, അങ്ങനെയാണ് കീഴ്വഴക്കം. 8 തവണ കൊടിക്കുന്നിൽ സുരേഷ് അവിടെ MP ആയി ലോക്സഭയിലെ മുതിർന്ന സാമാജികനാണ്. ഭർത്തൃഹരി മഹതാബ് ഏത് രീതിയിൽ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ തുടർച്ചയായി ജയിച്ചു എന്ന് പറഞ്ഞു. തുടർച്ചയെന്ന് പറഞ്ഞാൽ BJD-യിൽ ആയിരുന്നു ഇത്രകാലം, അത്ര BJP-യിലേക്ക് വന്നിട്ട് അധിക നാളായില്ല, ഇവിടെ തോറ്റു എന്നൊക്കെയുള്ള ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കൊടിക്കുന്നിൽ ഒഴിവാക്കി നിർത്തുന്നു. അതിനുശേഷം കൊടിക്കുന്നിൽ തന്നെ ആദ്യം സത്യപ്രതിജ്ഞ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിയറോ പറയാൻ തയ്യാറല്ല സർക്കാരെ എന്നൊരു പ്രഖ്യാപിക്കലെ പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ നീക്കങ്ങളെ കാണാവോ സന്ദീപ്? നോക്കൂ, ആ പറയുന്നതിൽ വസ്തുതാപരമായിട്ട് ചില പിശകുകളുണ്ട്. ഒന്ന്,
കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഒരിക്കലും പ്രോട്ടൈം സ്പീക്കറെ തിരഞ്ഞെടുക്കാനുള്ള ഒരു മാനദണ്ഡമല്ല എന്ന് 2018 സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഒന്ന്. രണ്ട്, കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് കീഴ്വഴക്കം തന്നെയാണ്, കീഴ്വഴക്കമില്ല എന്ന് പറയരുത്. നേരത്തെയും ഇത്തരത്തിൽ ചില കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിലുള്ള സമയത്ത് പ്രോട്ടൈം സ്പീക്കർമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 2004 അന്നത്തെ ഏറ്റവും സീനിയേഴ്സ് ആയിരുന്ന 10 തവണ പാർലമെന്റ് അംഗങ്ങളായിരുന്ന ജോർജ് ഫെർണാണ്ടസും എ ബി വാജ്പേയിയും ഇരിക്കെ, പ്രത്യേകിച്ച് അവർ മുൻപത്തെ സഭയിൽ പ്രധാനമന്ത്രിയും മന്ത്രിയുമായിരുന്നു, എന്നിട്ട് പോലും അവരെ അവഗണിച്ചുകൊണ്ട് വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാളെയാണ് പ്രോട്ടൈം സ്പീക്കറെ തിരഞ്ഞെടുത്തത്. അത് ശരിയായ നടപടിയായിരുന്നോ? അല്ല, അതുകൊണ്ടാണ് പറഞ്ഞ കീഴ്വഴക്കമില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. കോൺഗ്രസ് 56-ലും 77-ലും ഒക്കെ സമാനമായിട്ടുള്ള രീതിയിൽ പ്രോട്ടൈം സ്പീക്കർമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കീഴ്വഴക്കമാണ് എന്ന് അവകാശപ്പെടുന്നതിൽ ഒന്ന് തെറ്റാണ്. രണ്ട്, തുടർച്ച, കണ്ടിന്യൂറ്റി എന്ന് പറയും. എന്തുകൊണ്ട് കണ്ടിന്യൂറ്റി? ഈ പ്രോട്ടൈം സ്പീക്കർ എന്നുള്ള പദം അല്ലെങ്കിൽ അത്തരമൊരു പദവി നമ്മുടെ ഭരണഘടനയിൽ വന്ന അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിൽ വന്നിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. അതിനെ സംബന്ധിച്ച് കിരൺ റിജിജു വിശദീകരിച്ചിട്ടുണ്ട്. ബ്രിട്ടനിൽ അത് കണ്ടിന്യൂസ് ആയി പാർലമെന്റിൽ ഏറ്റവും സീനിയർ ആയ ആൾക്ക് കൊടുക്കാനാണ് പറയുന്നത്. കണ്ടിന്യൂറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെയാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഹൗസ് ആവുന്നത്. ക്യാപ്റ്റൻ ഓഫ് ദ ഹൗസ് ആവാൻ കൊടിക്കുന്നിൽ സുരേഷിന് കഴിയില്ല. അദ്ദേഹത്തിന് 4 തവണത്തെ സീനിയോറിറ്റി മാത്രമേ ഉള്ളൂ. കാരണം ഇടയ്ക്ക് 2 തവണ തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇവിടെ തുടർച്ചയായി 7 തവണ കട്ടക്കിൽ നിന്ന് ജയിച്ചു വന്ന താങ്കൾ തന്നെ പറയുന്നു തുടർച്ച, ആ കണ്ടിന്യൂറ്റി ഒരു മാനദണ്ഡമല്ല. താങ്കൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞാണ് സന്ദീപ് വാര്യർ. അങ്ങനെ ഞാൻ പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷിനെ അറിയാത്തവരല്ല ലോക്സഭ, കൊടിക്കുന്നിൽ സുരേഷിനെ അറിയാത്തവരല്ല BJP, നരേന്ദ്രമോദി. 8 വർഷം തുടർച്ച 8 വർഷം ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ ടേം ഉണ്ടാവുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. ഒരു ദളിത് മുഖം കൂടിയാണല്ലേ, എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അല്ല, ഞാൻ പറയാം, അവന് കൃത്യമായി മറുപടി പറഞ്ഞല്ലോ. ഇവിടെ പ്രോട്ടം സ്പീക്കറെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡമാക്കി നമ്മുടെ ഭരണഘടനാ ശില്പികൾ അതിനെ മാതൃകയാക്കിയത് നമ്മുടെ ബ്രിട്ടനിൽ നിന്നാണ്. അവിടെ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ടേമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വാദം ശരിയാണെങ്കിൽ ആ കണ്ടിന്യൂസ് ടേം എന്ന രീതിയിൽ ഏറ്റവും അർഹനായിട്ടുള്ളയാൾ ഭർതൃഹരി എന്ന് പറയുന്ന ഈ കട്ടക്കിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള 7 തവണയുള്ള. എന്തുകൊണ്ടാണ് അതിനെ ബ്രിട്ടനെ നമ്മൾ മാതൃകയാക്കുന്നത്? അപ്പോൾ തന്നെ നമ്മൾ എന്തിനാണ് അപ്പോൾ നോക്കുന്നത്? ഞാൻ പറയുന്നത് നമുക്കിവിടെ ആലോചിക്കാമല്ലോ, നമുക്ക് തീരുമാനിക്കാമല്ലോ. അവിടെ ആ തീരുമാന പ്രകാരം ഈ പറയുന്ന ഒരു തവണ തോറ്റു എന്ന് കരുതിയാൽ 2 തവണ തോറ്റു എന്ന് കരുതി കൊടിക്കുന്നിലിന് അവിടെ അയോഗ്യത കൽപ്പിക്കുകയാണോ നിങ്ങൾ? അത് യഥാർത്ഥ അയോഗ്യതയാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ 2004 അടൽ ബിഹാരി വാജ്പേയിക്കും ജോർജ് ഫെർണാണ്ടസിനും ഉണ്ടായിരുന്ന അയോഗ്യത എന്തായിരുന്നു? ഇവര് മറുപടി പറയട്ടെ. അല്ല, അത് തെറ്റാണെങ്കിൽ അല്ല, അത് തെറ്റല്ല എന്നല്ല ഇപ്പൊ പറയുന്നത്. അപ്പൊ ഞങ്ങൾ അന്ന് അതിനെ എതിർത്തിട്ടില്ല. ഈ പ്രോട്ടം സ്പീക്കർ എന്ന പദവി ഒന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രോട്ടം സ്പീക്കർ എന്ന് പറയുന്നത് ലോക്സഭാ അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്ത് കേവലം സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് വരെ മാത്രമുള്ള ഒരു സംഗതിയാണ്. അതിലപ്പുറം ലോക്സഭയിലെ ഒരു ബിസിനസ്സിലും ഈ പ്രോട്ടം സ്പീക്കർക്ക് ഒരു പങ്കാളിത്തമില്ല, അതിലപ്പുറം ഒരു പ്രാധാന്യവുമില്ല. ഇതൊരു വലിയ വിവാദമാക്കി തുടക്കത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതിലപ്പുറം യാതൊരു പ്രസക്തിയില്ല. ഇവിടെ ഇന്നിപ്പോൾ ഒരു ഭരണഘടനയുമായി വരികയാണ് പ്രതിപക്ഷ അംഗങ്ങളെല്ലാവരും. നരേന്ദ്രമോദി അധികാരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുമ്പോൾ ആ ചുവന്ന ചട്ടയുള്ള ഭരണഘടന രാഹുൽ ഗാന്ധി ഉയർത്തി കാണിക്കുകയാണ്. ഭരണഘടന ഇപ്പോൾ ഭരണഘടന നിശ്ചേതനമായ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ തന്നെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ മോദി അല്ലെങ്കിൽ രാഹുൽ അല്ലെങ്കിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്നതിനൊക്കെ അപ്പുറം ദീർഘനാളിന് ശേഷം സഭയിൽ ഭരണഘടന ഒരു തലവനായി വരുന്ന മനോഹര കാഴ്ചയാണോ ഇന്ന് കണ്ടത്? അല്ല, ഇന്ത്യയിൽ ഈ കഴിഞ്ഞ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന പശ്ചാത്തലത്തിൽ ലോകത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, ഗാർഡിയൻ, അതുപോലെ വിദേശ രാജ്യങ്ങളിലെ ടൈംസ്, ഇങ്ങനെയുള്ള മാധ്യമങ്ങളെല്ലാം ഇന്ത്യയിലെ ജനാധിപത്യം വറ്റി വരണ്ടു എന്ന് കണക്കാക്കാൻ കഴിയില്ല. ജനാധിപത്യത്തിന് പുതുജീവൻ നൽകുന്ന ഒരു റിസൾട്ടാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. BJP ഗവൺമെൻറ്റിൻ്റെ സാമ്രാജ്യം തകരുന്നതാണ് എന്നുള്ള നിലയിൽ ചൂണ്ടിക്കാണിച്ചത് പ്രസക്തമാകുന്ന വിധത്തിൽ ഇന്ത്യ മുന്നണി ധാർമ്മികമായി ജനങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ള വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ യഥാർത്ഥത്തിൽ ജനാധിപത്യ അവകാശത്തിന് വേണ്ടി ശബ്ദിക്കുകയാണ് ഇന്ന് പാർലമെൻറ്റിനകത്ത് കണ്ടത്. ഇടക്കാലത്തേക്ക് മാത്രമാണ്, പുതിയ സ്പീക്കർ വരുന്നവരെയാണ് പ്രോട്ടൈം സ്പീക്കർ എന്നുള്ള നിലയിൽ ആണെങ്കിലും എന്തിനാണ് കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ദീർഘകാലം പാർലമെൻറ്റ് മെമ്പറായ ഒരാളെ അവഗണിക്കുന്ന സ്ഥിതി? എന്താ? അത് മനഃപൂർവ്വമായിട്ട് ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ്. അതിനകത്ത് കുറച്ചുകൂടി നമ്മളങ്ങനെ ഒരു നിലവാരമില്ലാത്തൊരു ചർച്ച ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ എന്നാലും പലതും കണ്ണുകൊണ്ട് കാണുമ്പോൾ യഥാർത്ഥത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് ഒരു പിന്നോക്ക വിഭാഗക്കാരൻ കൂടി ആയതുകൊണ്ടാണോ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് വന്നത്? അല്ലെങ്കിൽ പ്രതിപക്ഷത്തോട്, ജനാധിപത്യത്തോട് ഒരു മര്യാദ ഉണ്ട് എന്നുണ്ടെങ്കിൽ BJP ഗവൺമെൻറ് പ്രോട്ടൈം സ്പീക്കറുടെ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാമല്ലോ.
അതുകൊണ്ടാണ് പ്രോട്ടൈം സ്പീക്കറായി ഇപ്പോൾ വന്നിട്ടുള്ള ആളെ രാജിവെക്കണം എന്നുള്ള നിലയിൽ ഒരു ആവശ്യം പ്രതിപക്ഷം ഇന്ന് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. അല്ല, ഭരണഘടന തന്നെ മുന്നോട്ടേക്ക് നയിക്കുകയാണ്, എല്ലാ കാര്യത്തിലും ഭരണഘടന മുന്നോട്ട് വെക്കുകയാണ്. ഇപ്പോൾ നീറ്റിൻ്റെ ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ആദ്യ ദിവസമാണ്, ഇന്ന് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ദിവസമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ സത്യപ്രതിജ്ഞയെ പോകുമ്പോൾ തന്നെ നീറ്റ് എന്നൊരു പരിഹാസമട്ടിൽ പ്രതിപക്ഷം പറയുകയാണ്. അല്ല, ഞാൻ പറയുന്നത് ചോദിക്കുന്നത് ഇപ്പോൾ എന്താണ്, കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കില്ല എന്ന് നേരത്തെ പ്രതിപക്ഷം പറയുന്നുണ്ടെങ്കിൽ എല്ലാം അവസരങ്ങളാക്കി മാറ്റാൻ നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ കോപ്പ് നോക്കിയിരിക്കുന്ന ഒരു പ്രതിപക്ഷത്തെ ഇന്ന് സഭയിൽ കാണാൻ കഴിഞ്ഞോ? യാസ്മി, യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നിരയെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു മുന്നണി സംവിധാനം ഇന്ത്യയിൽ നിസ്സാരമായിട്ടുള്ള സീറ്റുകളുടെ നഷ്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഭരണം നഷ്ടപ്പെട്ടു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ ഈ രൂപീകരണത്തിലേക്ക് എത്തി എന്നതുകൊണ്ട് ദീർഘകാലം BJP ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധമായ തൊഴിലാളി വിരുദ്ധമായ നയങ്ങൾക്കെതിരായി നടന്നിട്ടുള്ള തൊഴിലാളി വർഗ പ്രക്ഷോഭ സമരങ്ങളും അതുപോലെ തന്നെ കർഷക പ്രക്ഷോഭ സമരങ്ങളുമാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ ജനങ്ങളോട്, കൃഷിക്കാരോട്, തൊഴിലാളികളോട് ഇന്നത്തെ ഇന്ത്യ മുന്നണിക്ക് വലിയ തോതിലുള്ള കടപ്പാടുണ്ട്, ആ ബഹുമാനമുണ്ട്. അവർ നൽകിയിട്ടുള്ളൊരു അംഗീകാരം തിരിച്ചവർക്ക് തന്നെ അവരുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യ മുന്നണിക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി ആ കാര്യത്തിൽ ഓരോ കാര്യത്തിലും പിൻ പോയിന്റ് ചെയ്ത് BJP ഗവൺമെന്റിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികളെ യഥാർത്ഥത്തിൽ ഭരണഘടന BJPക്ക് വലിയ കാര്യമാണല്ലോ. ഇപ്രാവശ്യം നമ്മൾ കണ്ടു, ദണ്ഡയും ശൂലവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ യഥാർത്ഥത്തിൽ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആദ്യം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കണ്ടത്. ഇന്ത്യൻ പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടന വേളയിലൊന്നും നമ്മളത് കണ്ടില്ല. അപ്പോൾ ഈ ഒരടി കിട്ടിക്കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ BJPക്ക് അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ BJPയും അല്ലെങ്കിൽ BJP നയിക്കുന്ന NDAയും കുറച്ചുകൂടി വരുന്നു. NDA തന്നെ കൂടെ നിർത്താൻ വേണ്ടി എന്തൊരു വാചാലമാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. NDA എന്ന് പറഞ്ഞാൽ ന്യൂ ഇന്ത്യയാണ്, അതുപോലെ ഡെവലപ്പ് ഇന്ത്യയാണ്, ആസ്പിരേഷൻ ഇന്ത്യയാണെന്ന് പറഞ്ഞ് NDAക്ക് പുതിയ മുഖങ്ങളൊക്കെ അദ്ദേഹം കൽപ്പിച്ചു നൽകുന്നു. ഇതുവരെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും BJP തന്നെ ഭരണഘടനയെ മാനിക്കുന്ന സ്ഥിതിവിശേഷം വരും, അല്ലെങ്കിൽ മാനിപ്പിക്കും. അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം. ശരി, ആനന്ദ് കൊച്ചുകൂടി, ഇവിടെ നമ്മൾ സാധാരണ ഭരണഘടന എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ എല്ലാവരും എത്ര പേർ വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, അമൂർത്തമായി നിൽക്കുന്ന ഒരു സങ്കല്പം എന്നൊക്കെയാണ്. അപ്പോൾ അതൊരു പുസ്തക രൂപത്തിലാണെങ്കിൽ കൂടിയും ഇപ്പോൾ ആ പ്രചരണ കാലയളവിൽ ഒരു ചുവന്ന പറഞ്ഞിട്ടുള്ള പുസ്തകം രാഹുൽ ഗാന്ധി ഉയർത്തുന്നു. അത് ലക്നോ ആസ്ഥാനമായ ഒരു കമ്പനി തുറക്കിയതാണ്. അതിനുശേഷം വലിയ ചെലവാണ്, 10,000-16,000 കോപ്പി അതിന്റെ ചെലവായി. ഇപ്പോൾ അത് ആ ചുവന്ന പുറഞ്ഞിട്ടുള്ള ബൈബിൾ പേപ്പറിൽ അച്ചടിച്ച് ആ ബുക്ക് കിട്ടാനില്ല എന്നാണ് പറയുന്നത്. രാജ്യത്ത് ജനാധിപത്യത്തിന്റെ സെൻട്രൽ സ്റ്റേജിലേക്ക് ഭരണഘടന വീണ്ടും വന്ന് നിൽക്കുകയാണോ? അതിന്റെ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണോ? ഇതിപ്പോൾ നരേന്ദ്രമോദി എഴുതി തയ്യാറാക്കിക്കൊണ്ടുവന്ന പ്രസംഗത്തിൽ അതിന്റെ ഒരു അങ്കലാപ്പ് കാണാനുണ്ടായിരുന്നു. ആനന്ദ് കൊച്ചുകൂടി, ഇന്ന് ശരിക്കും ലോക്സഭയിൽ BJP ശ്രമിച്ചത് എന്ന് എനിക്ക് തോന്നുന്നത് ബിസിനസ് ആസ് യൂഷ്വൽ എന്ന രീതിയിൽ മുമ്പത്തേതുപോലെ തന്നെ തുടരുന്നു എന്ന രീതിയിലുള്ള ഒരു കാര്യം മുന്നോട്ട് വയ്ക്കാനാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ആദ്യ ദിവസം തന്നെ പാളിപ്പോയി. കാരണം കഴിഞ്ഞ 2 ടൈമിലെ പോലെയല്ല, ആ മൃഗീയ ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് പ്രധാന വസ്തുത. അപ്പോൾ ഇനിയിപ്പോൾ എത്രയൊക്കെ BJP ശ്രമിച്ചാലും പുതിയ സ്പീക്കർ ഇനി വരാനിരിക്കുന്നു, ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകാൻ പോകുന്നു, ഡെപ്യൂട്ടി സ്പീക്കർ ഇനിയിപ്പോൾ അത് തടയാനുള്ള നിർവാഹം ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ വലിയ മാറ്റങ്ങൾക്കാണ് ലോക്സഭ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്തായാലും ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഒരു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെയും ഇന്നത്തെ ഒരു ആദ്യ ദിവസമാണല്ലോ, ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞകളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ ദർശിക്കാൻ പറ്റും. പ്രത്യേകിച്ച് 2019 ഒരു സാഹചര്യമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തിയാൽ ഇന്ന് തന്നെ നമുക്കതിനുള്ള മാറ്റങ്ങൾ കാണാൻ കഴിയും. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഡെപ്യൂട്ടി സ്പീക്കറും സ്പീക്കറുടെ തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കും ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. പ്രസിഡന്റിൻ്റെ അഡ്രസ്സുണ്ട്, അതിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കും അതിന് ഉത്തരം പറയാൻ രാഹുൽ ഗാന്ധി വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ ഒന്നാമത് ഇരിപ്പുണ്ട്. പക്ഷേ ഇപ്പോഴും അതിൽ ഒരു ഉറപ്പില്ല, അദ്ദേഹമായിരിക്കുമോ പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസിൽ ഒരു ഔദ്യോഗികമായിട്ട് ഇപ്പോഴും പറയുന്നില്ല. അത് ഇവിടെ ശ്രീ ലിജു കൊണ്ട് അദ്ദേഹത്തിന് പോലും ആ കാര്യം അറിയാം. അതിലെന്തോ തീരുമാനമായി, അത് രാഹുലാണ് അന്തിമമായി അദ്ദേഹത്തിന് തീരുമാനം അറിയിക്കേണ്ടത്. അങ്ങനെ തന്നെയാണല്ലോ. നോക്കാം. ശ്രീ ലിജു, ഇവിടെ രാഹുൽ ഗാന്ധിക്ക് ഇനിയും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒളിച്ചു മാറാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഒളിച്ചു മാറില്ലെന്നാണ് എൻ്റെ വ്യക്തിഗത വിശ്വാസം. പോട്ടെ, ശ്രീ ലിജു, ഇവിടെ എന്താണ്, നിങ്ങൾ ഭരണഘടന ഉയർത്തി അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നരേന്ദ്രമോദി കണ്ണിങ്ങെ പറയുന്നത് എന്താണ്? അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ്. അടിയന്തരാവസ്ഥയുടെ ആ കറുത്ത വാർഷികം പൂർത്തിയാകുന്ന ദിവസമാണ് നാളെ എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഭരണഘടന പറഞ്ഞാൽ മോദി അടിയന്തരാവസ്ഥ പറയും. എന്തിനും മറുപടി ഉണ്ടെന്നാണ്? അടിയന്തരാവസ്ഥ ഒരു ഭരണഘടനാ പ്രൊവിഷനാണ്, നമുക്കറിയാമല്ലോ. ആർട്ടിക്കിൾ 352 പ്രകാരമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അത്
ഏത് ഘട്ടത്തിലാണ് പ്രഖ്യാപിക്കപ്പെടുന്നത് നമുക്കറിയാം. ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായി അത് തെറ്റായൊരു സാഹചര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കോടതികളുണ്ട്. കോടതിക്ക് അടിയന്തരാവസ്ഥ റദ്ദാക്കുകയും ചെയ്യാം. എന്നാൽ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് കോടതികൾ അത് റദ്ദ് ചെയ്തില്ല. അടിയന്തരാവസ്ഥയുടെ 2 വർഷ കാലഘട്ടം കഴിഞ്ഞു. വളരെ ജനുവിനായി ഇന്ത്യ തെരഞ്ഞെടുപ്പിലേക്ക് പോയി. അടിയന്തരാവസ്ഥ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയാതിരുന്നതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടു. അതിന് ശിക്ഷ അനുഭവിച്ചു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥയിൽ അധികാരം നഷ്ടപ്പെട്ടിട്ട് 1980 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂർവാധികം ശക്തിയോടെ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു. അപ്പോൾ അതൊരു ചരിത്രത്തിൽ അല്ലെങ്കിൽ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുകയും അല്ലെങ്കിൽ പറയാനുള്ള കാരണം ഈ ഭരണഘടന ഉയർത്തി നിങ്ങളുടെ പ്രതിരോധമാണെന്ന് അതൊരു ഭരണഘടനാ പ്രൊവിഷനാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ ഉയർത്തി കാണിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുള്ള ഒന്നാണല്ലോ ഇന്റേണൽ എമർജൻസി എന്ന് പറഞ്ഞാൽ. ഇല്ല, ഞാൻ ന്യായീകരിച്ചതല്ല. ഞാൻ ന്യായീകരണം എന്ന് പറഞ്ഞാൽ അതും എനിക്കതിൽ ന്യായീകരണങ്ങളുണ്ട്. ഞാൻ അത് ഇപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ച് ഇന്നും ഡിബേറ്റബിളാണ് അന്ന് ഉണ്ടായ കാര്യങ്ങൾ. പക്ഷെ ഞാൻ പറഞ്ഞ അതൊരു അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ പ്രൊവിഷനായിരുന്നു. ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ നരേന്ദ്രമോദി സർക്കാരിനെതിരെ പ്രഖ്യാപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഭരണഘടനാപരമായി ഫണ്ടമെന്റൽ റൈറ്റ്സ് റദ്ദ് ചെയ്യപ്പെട്ടെങ്കിൽ ഇവിടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് അതിൻ്റെ വിശ്വാസരാഹിത്യത്തിന് കാരണമായി എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആരോപിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതുമാത്രമല്ല, 400 പരം സീറ്റുകൾ കരസ്ഥമാക്കാൻ ആഗ്രഹിച്ചത് നിലവിലുള്ള ഭരണഘടനയെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ട് ഇവരുടെ ആവശ്യമുള്ളൊരു ഭരണഘടനയെ സ്ഥാപിക്കാനാണെന്നുള്ള ആരോപണവും ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അവർക്കത് വിശദീകരിക്കാം. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതാണ് ഈ 2 താരതമ്യങ്ങൾ തമ്മിലുള്ള മറുപടി. അല്ല, സന്ദീപ് ആദ്യത്തെ പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രോടൈം സ്പീക്കറിന്റെ കാര്യത്തിൽ നിങ്ങൾ അനാവശ്യമായ പ്രശ്നമുണ്ടാക്കി അല്ലെങ്കിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷമാകുമെന്ന് നരേന്ദ്രമോദി പ്രതീക്ഷ പ്രകടിപ്പിച്ചെങ്കിൽ നിങ്ങൾ ഒരു ഡിസ്ട്രക്റ്റീവ് പ്രതിപക്ഷമായി ഡേ 1 മുതൽ മാറുകയാണ് എന്ന് പറയുകയായിരുന്നു. അങ്ങനെയല്ല. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തവണ MP-മാരെ ജയിച്ച 3 ആളുകളാണുള്ളത്. ഒന്ന് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, 2 BJP-യുടെ തന്നെ MP ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നു രമേശ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പൂർണ്ണമായി മറന്നുപോയി, രമേശ്. അതോടൊപ്പം തന്നെ ശ്രീ ഭർത്തൃഹരി. ഈ 2 ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരും ദളിത് സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. BJP MP-യും കൊടിക്കുന്നിൽ സുരേഷും. ഈ 2 ആളുകളും ഒരേ പാർട്ടിയെ പ്രതിനിധീകരിച്ച് തന്നെയാണ് MP-മാരായിട്ടുള്ളത്. ഭർത്തൃഹരിയെ സംബന്ധിക്കുന്ന പ്രശ്നം, അദ്ദേഹം 7 തവണ 6 തവണ ജയിച്ചതും BJD-യുടെ MP ആയിട്ടാണ്. അദ്ദേഹം കൂറുമാറിയാണ് ഇത്തവണ BJP-യുടെ MP ആയി മാറിയത്. ഏത് ഘടകമാണ്, എന്താണ് ഭർത്തൃഹരിയെ ഈ മറ്റ് 2 പാർലമെന്റ് അംഗങ്ങളെക്കാൾ തലയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാൻ BJP പ്രേരിപ്പിച്ച ഘടകം എന്താണ്? തോറ്റു, പക്ഷേ തോൽക്കാതെ ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യത്തിൽ തോൽവിയും ജയവും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പുകളുടെയും അല്ലെങ്കിൽ അതിന്റെ ഭാഗമാണ്. നമ്മൾ അതിനെ 6 തരത്തിൽ വേണം കാണാൻ. 7ആണോ 8ആണോ വലുത്? 8ആണ് വലുത്. തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ തെറ്റാണെങ്കിൽ അടൽ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തിൻ്റെ BJP തന്നെ ജന്മം കൊടുത്ത അവരുടെ ഏറ്റവും മഹാനായ നേതാവ് 84 മാധവറാവ് സിന്ധ്യയോട് പരാജയപ്പെട്ട ആളല്ലേ? ലാൽകൃഷ്ണ അദ്വാനി തുടർച്ചയായി പരാജയപ്പെട്ട ആളല്ലേ? BJP-യുടെ ഏത് നേതാവ്, ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ന്യൂ ജനറേഷൻ BJP നേതാക്കന്മാർക്ക് ചിലപ്പോൾ അവകാശപ്പെട്ടേക്കാം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടില്ല എന്ന്. പക്ഷേ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം 52 മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത്തരം നിരവധി തവണ പരാജയപ്പെടുകയും വിജയിക്കുകയും ചെയ്ത ആളുകളാണ്. ഡോക്ടർ B.R. അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടനാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ B.R. അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആളാണ്. BJP-യുടെയും മോഡിയുടെയും ഒരു മാനദണ്ഡം വെച്ചാണെങ്കിൽ അത് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആളിനെ എന്തിനാണ് നമ്മൾ ഭരണഘടനാ ശില്പി ഒരു കണ്ടിന്യൂറ്റി പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ സന്ദീപ് ഇവിടെ അതിന് മറുപടി പറഞ്ഞോളൂ. ഇവിടെ പക്ഷേ നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ 10 ടേമിൽ കൊണ്ട് എന്തൊക്കെ നോട്ട് നിരോധനമടക്കം കർഷക സമരങ്ങളോട് പുറംതിരിഞ്ഞ് അങ്ങനെ നിൽക്കലടക്കം എന്തൊക്കെ ചർച്ചകളോടും കമാന്ന് മിണ്ടാതെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ നമ്മൾ നിൽക്കുന്ന കാഴ്ച കണ്ടു. പക്ഷേ ഈ ടേമിലേക്ക് എത്തുമ്പോൾ അങ്ങനെ തിരിഞ്ഞു നിൽക്കൽ അസാധ്യമാകുന്നു. നോട്ട് ബന്ദി പോലെയുള്ള ആർട്ടിക്കിൾ 370 പിൻവലിക്കൽ പോലെയുള്ള സെൻസിറ്റീവായുള്ള കാര്യങ്ങൾ കൃത്യമായ ചർച്ച, ഇപ്പോൾ നിങ്ങളുടെ ഇന്ത്യ കോയലീഷൻ അതിനകത്ത് സഖ്യത്തിനകത്ത് ചർച്ച, പ്രതിപക്ഷവുമായുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള അർത്ഥത്തിൽ മുന്നോട്ട് പോകൽ ഏതാണ്ട് അസാധ്യമാണെന്ന് ആദ്യ ദിവസം തെളിയിക്കുകയാണ് സഭ. ആഷ്മി, അതിനു മുമ്പ് എന്നെ വലിയ അത്ഭുതപ്പെടുത്തിയത്, അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തലല്ല, വലിയ ആശങ്കപ്പെടുത്തുന്നത് ഈ ടിപ്പിക്കൽ കോൺഗ്രസി മൈൻഡ് സെറ്റാണ്. ഇപ്പോഴും അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കുക, എമർജൻസിയെ ന്യായീകരിക്കുക. ഏറ്റവും സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയെ അത് ഭരണഘടനയിലെ പ്രൊവിഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർലജ്ജം ന്യായീകരിക്കാൻ ഇന്നും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ കഴിയുള്ളൂ.
കാരണം എന്താ, 77 കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ജനവിധി ഉണ്ടായത്. കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ നിർലജ്ജം എമർജൻസിയെ വീണ്ടും വീണ്ടും ന്യായീകരിക്കാൻ, എൻ്റെ കയ്യിൽ ന്യായീകരണമുണ്ട് എന്ന് പോലും പറയാൻ ഒരു കോൺഗ്രസ്സുകാരന് കഴിയുള്ളൂ. കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്തും പോയി നിന്നുകൊണ്ട് എമർജൻസിയെ ന്യായീകരിക്കാൻ, അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കാൻ ഒരു സാധിക്കില്ല. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇന്ന് കേരളത്തിലെ 4-5 MP സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കയ്യിലെടുത്തുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു എന്നാണല്ലോ പറയുന്നത്. എനിക്ക് തോന്നുന്നത് താഴെ ഇരിക്കുന്ന രാഹുൽ ഗാന്ധിയെ ട്രോൾ ചെയ്താണെന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ മുത്തശ്ശി നാളെയാണ് 50ാം വാർഷികം. ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രൊവിഷൻ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അതേ ഭരണഘടനയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് രാജ്യത്തെ പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ച്, രാജ്യത്തെ പത്രമാധ്യമങ്ങളെ മുഴുവൻ മുട്ടിലഴയാൻ നിർബന്ധിച്ച്, രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ അങ്ങേയറ്റം പീഡിപ്പിച്ച്, മുസ്ലിം ജനവിഭാഗത്തെ നിർബന്ധിച്ച് വന്ധ്യംകരണം നടത്തി, അങ്ങേയറ്റം ഒരു ഭരണഘടനാ വിരുദ്ധമായ ജനവിരുദ്ധമായിട്ടുള്ള അടിയന്തരാവസ്ഥ നടപ്പാക്കി ജനങ്ങളുടെ മുഴുവൻ രോഷം ഏറ്റുവാങ്ങിയിട്ടുള്ള ആ കോൺഗ്രസ് കേരളത്തിൽ മാത്രം ഇപ്പോഴും നിന്ന് അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കുന്നു. ഏത് മണ്ണിൽ? രാജൻ മരിച്ച മണ്ണിൽ. CPM ഇതിനോട് അനുകൂലിക്കുമെന്ന് എനിക്കറിയില്ല. ഈ രണ്ടു കൂട്ടർക്കും ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ എന്താ അവകാശമുള്ളത്? സർദാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഇവരുടെ ആദ്യത്തെ രക്തസാക്ഷി എങ്ങനെയുണ്ടായി? റിപ്പബ്ലിക് ആയ ദിവസം ദേശീയ പതാക കത്തിച്ചതിന്റെ പേരിൽ, ദേശീയ പതാക ഇൻസൾട്ട് ചെയ്തതിന്റെ പേരിൽ പോലീസ് നടപടിയിൽ കൊല്ലപ്പെട്ടയാളെ ഇപ്പോഴും രക്തസാക്ഷി എന്ന് പറഞ്ഞ് രക്തസാക്ഷി ദിനാചരണം ആചരിക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് ഈ രണ്ടു കൂട്ടരും ഇന്ത്യൻ ഭരണഘടനയെ മാനിച്ചിട്ടുള്ളവരല്ല, അപമാനിച്ചിട്ടുള്ളവരാണ്. ഞങ്ങളാണ് ആ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി ജയിലിൽ പോയവർ, ഞങ്ങളാണ് ആ ഭരണഘടനയ്ക്ക് വേണ്ടി പീഡനം വാങ്ങിയവർ, ഞങ്ങളുടെ പൂർവികരാണ് ഭരണഘടനയ്ക്ക് വേണ്ടി ഏറ്റവും ശക്തമായി നിന്നുള്ളത്. ഇപ്പോ അംബേദ്കർ ഇലക്ഷനിൽ തോറ്റതിനെ കുറിച്ച് പറഞ്ഞു. ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ തോൽപ്പിക്കാൻ വേണ്ടി നെഹ്റുവും ഇപ്പുറത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഒരുമിച്ച് പോയി ക്യാമ്പയിൻ നടത്തി മുംബൈയിൽ. അംബേദ്കർ ആരാ പരാജയപ്പെടുത്തിയത്? ആ അംബേദ്കറുടെ ഇലക്ഷൻ ഏജന്റ് ആരായിരുന്നു? അംബേദ്കറുടെ ഇലക്ഷൻ ഏജന്റ് ഒരു RSSന്റെ പ്രചാരകനായിരുന്നു മറക്കരുത്. അംബേദ്കർക്ക് ആ സമയത്ത് അംബേദ്കറുടെ സംഘടനയ്ക്ക് സഖ്യമുണ്ടായിരുന്നത്, മധ്യപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ സഖ്യമുണ്ടായിരുന്നത് അന്നത്തെ RSSുമായി ബന്ധപ്പെട്ട സംഘടന. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മറുപടി പറയേണ്ടത്. ഒന്ന് അടിയന്തരാവസ്ഥയെ സംബന്ധിക്കുന്ന കാര്യം. അടിയന്തരാവസ്ഥ സംബന്ധിക്കുന്ന എൻ്റെ ന്യായീകരണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന് ആദ്യം മറുപടി പറയാം. പിന്നെ രണ്ട് ശ്രീ BR അംബേദ്കറുമായി ബന്ധപ്പെട്ട കാര്യം. ഒന്ന്, അടിയന്തരാവസ്ഥയുടെ ന്യായീകരണം എന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണലായ ഒന്നല്ല, അതൊരു ഓട്ടോക്രസിയുടെ ഭാഗമായിട്ടുള്ളതല്ല. നമ്മുടെ രാജ്യത്ത് ആഭ്യന്തര സുരക്ഷിതത്വം അപകടത്തിലാകുന്ന സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരം പ്രൊവിഷനുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യങ്ങൾ ഇന്നും, അതായത് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഭാവി തലമുറ തന്നെ വിലയിരുത്തപ്പെടേണ്ട നിലവിൽ സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ജയപ്രകാശ് നാരായണനെ പോലുള്ള ആളുകൾ സൈനിക ബാരക്കുകൾ വിട്ടിറങ്ങാൻ പോലും ആഹ്വാനം ചെയ്ത സാഹചര്യം. ജുഡീഷ്യറിയിൽ ഞാനത് വളരെ കൃത്യമായി ഇന്ദിരാഗാന്ധി അയോഗ്യയാക്കിയ കേസ് തന്നെ ഒരു മിനിറ്റ് സമയമുണ്ടെങ്കിൽ അതുകൂടെ പറയാം നമുക്ക്. ഇന്ദിരാഗാന്ധിയെ അയോഗ്യയാക്കുന്ന അലഹബാദ് ഹൈക്കോടതിയുടെ വിധി എന്താണ്? ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹയാണ് വിധി പുറപ്പെടുവിച്ചത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ, അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു പിന്നീട് പിൽക്കാലത്ത് ജുഡീഷ്യൽ ലോകത്ത് തന്നെ വിലയിരുത്തപ്പെട്ടതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഫോർ എ പെറ്റി ഒഫൻസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിക്കെതിരെ ഉയർത്തപ്പെടുന്ന ആരോപണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് സ്റ്റേജ് ഉയർത്താൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിരയുണ്ടായിരുന്നു. ഒന്ന്. രണ്ട്, ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് അദ്ദേഹം രാജി സമർപ്പിച്ചതിന് ശേഷം ഗവർണർ, ഈ അപ്പോയിന്റിംഗ് അതോറിറ്റി ഗവർണർ ആയതുകൊണ്ട് ഗവർണർ ആ രാജി അംഗീകരിച്ചിരുന്നില്ല. ഞാൻ ഒരു മിനിറ്റ് ഞാൻ സൂചിപ്പിക്കട്ടെ. ഇതൊക്കെ പറയാനാണെങ്കിൽ ന്യായങ്ങളുണ്ട്. ഞാൻ അത് സ്വാഭാവികമായി ഈ പറയുന്ന നിശംസതകളൊക്കെ ഉള്ളതാണ്, സത്യമാണ് അല്ലേ? ഞാൻ പറഞ്ഞ ആ അടിയന്തരാവസ്ഥ ന്യായീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പറയാൻ പറ്റുമോ? ലിജു ഞാൻ ചോദിക്കുന്നത് ഈ അടിയന്തരാവസ്ഥയുടെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സംവാദമാണെങ്കിൽ എവിടെ, അത് പാർലമെന്റിലാണെങ്കിൽ അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനോട് വിയോജിപ്പ് കാണും, പക്ഷേ അതെനിക്ക് പറയാനുള്ള അവസരം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ പറയാനുള്ള അവസരത്തിനിടയ്ക്ക് ബഹളം വെച്ചുകൊണ്ട്, എത്ര ഉയർത്തി ശബ്ദം വെച്ചതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കേൾക്കുക. ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് അതിനെ ഇന്ത്യയിൽ തന്നെ വിശദീകരിക്കപ്പെട്ടൊരു കാര്യമാണ്. അതായത് ഒരു സുരക്ഷാ സംവിധാനങ്ങളുള്ളൊരു പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഇവിടെ മോഡി വരുന്നുണ്ടെങ്കിൽ പോലീസ് സംവിധാനം കാണും എന്ന് പറയുന്ന പോലെ അന്നത്തെ സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ സ്റ്റേജ് പരിശോധിക്കാൻ പോലീസ് ഉണ്ടായിരുന്നു.
അവരുടെ ചീഫ് ഇലക്ഷൻ ഏജൻ്റെ രാജി ഗവർണർ അംഗീകരിക്കുന്നില്ല. ഈ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇന്ദിരാഗാന്ധിയെ 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ അയോഗ്യയാക്കുന്ന വിധി ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹയുടെ ഭാഗത്തുനിന്നുണ്ടായത്. വിവിധ സംസ്ഥാന സർക്കാരുകൾ, ഒറീസ, ഗുജറാത്ത്, അതോടൊപ്പം തന്നെ ബീഹാർ, ഈ സംസ്ഥാന സർക്കാരുകളെ ഏകപക്ഷീയമായി നടന്ന പ്രക്ഷോഭങ്ങളിലൂടെ അട്ടിമറിക്കപ്പെട്ടു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുജറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാലത്ത് മുഖ്യമന്ത്രിക്കെതിരെ പ്രക്ഷോഭം നടത്തി അന്നത്തെ ഈ ജനസംഘം ഉൾപ്പെടെയുള്ള ആളുകൾ ആ മുഖ്യമന്ത്രിയെ രാജിവെപ്പിച്ചു. കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കി. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ പുറത്താക്കപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹവുമായി സഖ്യമായിട്ടാണ് ജനതാ പാർട്ടി മത്സരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യം കണ്ട ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഭാവിയെ അപകടത്തിലാക്കുന്ന നിരവധി സംഭവവികാസങ്ങൾ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിന്റെ പിന്നിലുണ്ട്. ഒരു നിമിഷം ഞാൻ പറയട്ടെ, ഒന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ, ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ ഹാഷ്മി, അതാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഇത്തരം ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ നിരവധി അട്രോസിറ്റീസ് ഉണ്ടായി എന്നതൊരു ഫാക്റ്റാണ്. പറഞ്ഞാൽ അത് ദുരുപയോഗം, അധികാരം എന്ന് പറഞ്ഞാൽ പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്നാണ്. അതിൽ ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് പകരം കോൺഗ്രസിന് വേറൊരാളെ പ്രധാനമന്ത്രിയാക്കാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ട് പാടില്ലായിരുന്നു? ഞാൻ അതിനെക്കുറിച്ച് അതല്ലേ ഇപ്പോഴത്തെ മോദിയുടെ അതേ ജനാധിപത്യം അങ്ങനെയല്ലല്ലോ. ന്യായീകരണമില്ലാത്ത പ്രക്ഷോഭങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താൻ വൈദേശിക ശക്തികളുമായി ഉൾപ്പെടെ ചേർന്ന് ഇന്ത്യൻ ജുഡീഷ്യറിക്കുള്ളിലും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ഇന്ത്യൻ ജനാധിപത്യം ഒരു ശൈശവാവസ്ഥയിലുള്ളൊരു കാലഘട്ടം. 75 എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇന്ത്യ തുടങ്ങിയിട്ട് കയറി 23 വർഷങ്ങളേ ആവുന്നുള്ളൂ. 23 വർഷങ്ങൾക്കകം തന്നെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഇവിടെ ജനാധിപത്യം അവസാനിപ്പിക്കണമെന്ന തരത്തിലേക്ക് ഉള്ള അന്താരാഷ്ട്ര തരത്തിലുള്ള ഗൂഢാലോചന ഉൾപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാര്യവുമില്ല ഇന്ദിരാഗാന്ധി തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്ത് പുറത്തു പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തു. അതിനുശേഷം അട്രോസിറ്റീസ് ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് തോറ്റത്. ചെറിയൊരു ഇടവേള, പെട്ടെന്ന് നമ്മുടെ ഈ ചർച്ചയിലേക്ക് തന്നെയാണ് ചെറിയൊരു ഇടവേള. വെൽക്കം ബാക്ക്. എന്നോട് പ്രൈം ഇവിടെ പുതിയ 18ാം ലോക്സഭയിൽ പ്രതിപക്ഷം എത്രത്തോളം കരുത്തുറ്റ് താങ്ങുന്നു എന്നാണ് നമ്മൾ ചർച്ച. എം ലിജു, താങ്കൾ പറഞ്ഞു വന്നത് അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ്. നിങ്ങളിപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പറയുകയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ന്യായീകരണങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ അതിന്റെ ഗുണം എന്തുകൊണ്ട് അടിയന്തരാവസ്ഥ എന്നതിന്റെ ന്യായത്തിലേക്ക് പോയാൽ ഇപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിങ്ങൾ പറയുന്ന ആരോപണത്തിന് അതേ സാങ്കേതിക മറുപടി പറയാൻ മോദിക്കുണ്ടെന്നേ, BJP ക്കുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഞാൻ പറയട്ടെ, ഇപ്പോൾ അടിയന്തരാവസ്ഥയിലേക്ക് നയിക്കാൻ താങ്കൾ പറഞ്ഞ കാരണങ്ങളുണ്ട് എന്ന് തന്നെ വെക്കൂ. പക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടാകുന്ന അട്രോസിറ്റി വെച്ചിട്ട് ഇനിയെങ്കിലും ആ വാദങ്ങൾ അവസാനിപ്പിക്കേണ്ട കോൺഗ്രസ് അതിൽ നിൽക്കണോ? അല്ല, ഞാൻ അതിൽ നിന്നില്ലല്ലോ. ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് അടിയന്തരാവസ്ഥ എന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു പ്രൊവിഷനാണ്. അപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങളുണ്ടായിരുന്നു, അത് ദുരുപയോഗം ചെയ്യപ്പെട്ടു. അപ്പോൾ ദുരുപയോഗം ചെയ്യപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞു, അധികാരം കിട്ടിയ പലരും അതിനെ ദുരുപയോഗിച്ചിട്ടുണ്ടാവാം. അതിന് അതുപോലും അതിശോക്തിപരമായ കാര്യങ്ങളുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ അതും ഒരു പ്രഖ്യാപനവുമില്ലാതെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നത് തമ്മിൽ നിരവധി വ്യത്യാസങ്ങളുണ്ട്. അടിയന്തരാവസ്ഥ നമ്മുടെ വിഷയം അതല്ല, ഒരുപാട് പരത്തി പറയേണ്ട എങ്കിൽ കൂടി അതിൽ മറുപടി. അടിയന്തരാവസ്ഥയിലേക്ക് ഒരുപാട് പരത്തി പോകാൻ ഉദ്ദേശിക്കുന്നില്ല. CPM വളരെ ശക്തമായി തന്നെ അടിയന്തരാവസ്ഥയെ എതിർത്തു പോന്നിട്ടുള്ള പാർട്ടിയാണ്. കോൺഗ്രസ് ആണെങ്കിലും BJP ഇപ്പോൾ ഭംഗ്യന്തരേണ അടിയന്തരാവസ്ഥയുടെ പിന്തുണയ്ക്കുകയാണ്. അടിയന്തരാവസ്ഥ മാത്രമല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലടക്കം സീരിയസ് ആയിട്ടൊരു റോളും എടുക്കാത്ത BJP അല്ലെങ്കിൽ RSSും സംഘപരിവാറും, സന്ദീപ് വാര്യരെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ അടിയന്തരാവസ്ഥയ്ക്കെതിരായിരുന്നു, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായി നിലപാടെടുത്തവരാണ് എന്ന് പറയുന്നതിലൊന്നും ഒരു യുക്തിക്ക് വേണ്ടി സമ്മതിക്കാം എന്നുള്ളതല്ലാതെ അത് ശരിയായൊരു മാനദണ്ഡമല്ല. ഇപ്പോൾ അടിയന്തരാവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭരണഘടന യഥാർത്ഥത്തിൽ ഞാനാണെന്ന് പറയുന്ന ശ്രീ നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി തന്നെ യഥാർത്ഥത്തിൽ ഭരണഘടനയെ ജനങ്ങൾ അടിച്ചതുകൊണ്ടാണ്, ജനങ്ങൾ യഥാർത്ഥത്തിൽ BJPക്കിട്ട് അടിച്ചതുകൊണ്ടാണ് അവരുടെ യഥാർത്ഥത്തിൽ അവർക്കുള്ള ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഒക്കെ അടക്കം ശക്തമായി തിരിച്ചടി കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഭരണഘടനയൊക്കെ മാനിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഭരണഘടന ഈ കഴിഞ്ഞ 10 വർഷക്കാലം BJP ഗവൺമെൻറ് എവിടെയായിരുന്നു? ഭരണഘടനയെ മറന്നുകൊണ്ടാണ് ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയെ മറന്നുകൊണ്ടാണ് ജമ്മു കാശ്മീരിന്റെ പ്രശ്നത്തിൽ ഇടപെട്ടത്, ലക്ഷദ്വീപിന്റെ പ്രശ്നത്തിൽ ഇടപെട്ടത്. ഇങ്ങനെ ഇന്ത്യയിലെ പല സ്ഥലത്തും ഇന്ത്യയിലെ ദേശീയ ഫെഡറൽ നയങ്ങളെ തന്നെ BJP അട്ടിമറിച്ചില്ലേ? എന്നിട്ട് അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ട് കൂടെ നിർത്താൻ വേണ്ടി ജാതി പ്രയോഗവും മറ്റ് വർഗീയ വിഷവും ഒക്കെ ചീറ്റിക്കൊണ്ടല്ലേ യഥാർത്ഥത്തിൽ അവസാനം ഏതാണ്ട് 5 റൗണ്ട് ഇലക്ഷൻ പെട്ടിയിൽ വെച്ചതിന് ശേഷം സ്ട്രോങ് റൂമിലാക്കിയതിന് ശേഷം അവസാന റൗണ്ടിനകത്ത് കൊണ്ടുവന്ന് നടത്തിയത്. അതുകൊണ്ട് ആ പ്രഹസനമെല്ലാം ഇപ്പോൾ അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒന്നും ആളല്ല, ഞങ്ങൾ ഭരണഘടനയുടെ ആളുകളാണ്, ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ ആളുകളാണെന്നുള്ളത്
എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ സന്ദീപ് വാര്യരും BJP-യും അത് നേരത്തെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. ലിജുവും ഒരു കാരണവശാലും ഭരണഘടനയിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടിയന്തരാവസ്ഥ ന്യായീകരിക്കാൻ പാടില്ല. ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിച്ച കോൺഗ്രസിന്റെ പഴയകാല യുക്തികളൊക്കെ കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കാമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചാലും അവിടെ കറക്റ്റീവ് ഫോഴ്സായിട്ട് CPM അടക്കമുള്ള ശക്തമായിട്ടുള്ള നിലപാടെടുക്കേണ്ടി വരും. ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇവിടെ ഇവിടുന്ന് ഇന്ന് സൺസദ് TV-യിൽ നമ്മൾ കാണുകയാണ്. പക്ഷേ ആദ്യ 10 മിനിറ്റ് പ്രതിപക്ഷം അവിടെ ഉണ്ട് എന്ന TV കണ്ടാൽ മനസ്സിലാവില്ല. അതിന്റെ ബാക്ക് ഷോട്ടും ടൂ ഷോട്ട് എന്നല്ലാതെ അവിടെ നിൽക്കുന്ന പ്രതിപക്ഷം കാണിക്കുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളൊന്നും പുറം ലോകം കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഈ വരുന്ന ദൃശ്യങ്ങളൊക്കെ അല്ലാതെയുള്ള അകത്തെ ഫോട്ടോകളൊക്കെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ സഖ്യ സർക്കാർ നരേന്ദ്രമോദിയെയും BJP-യെയും പരുവപ്പെടുത്തിയെന്ന് കരുതണം. അവരുടെ അജണ്ടകളിൽ നമ്മൾ പിന്നോട്ട് പോകും എന്ന് ഇപ്പോഴും ആത്മാർത്ഥമായി കരുതാൻ സമയമായോ ആനന്ദ് കൊച്ചുകൂടി? അല്ല, അത് എന്തു വന്നാലും പ്രധാനമന്ത്രിക്ക് വഴങ്ങേണ്ടി വരും. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ അങ്ങനെയാണ്. ഇപ്പോൾ തൽക്കാലം ഇത് മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന രീതിയിൽ BJP സർക്കാർ ഇപ്പോൾ BJP സർക്കാർ എന്ന് പറയാൻ പാടില്ല, NDA സർക്കാർ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് അവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. മന്ത്രിമാരെയൊക്കെ പഴയ മന്ത്രിമാരെ തന്നെ വീണ്ടും കൊണ്ടുവരുന്നു. സഖ്യകക്ഷികൾക്ക് അല്ലെങ്കിൽ NDAയുടെ ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും ഒക്കെ പരമാവധി കുറച്ച് സ്ഥാനങ്ങൾ നൽകുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ തൽക്കാലം. പക്ഷേ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് 3 തെരഞ്ഞെടുപ്പുകളാണ്: മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ്. ഈ 3 സംസ്ഥാനങ്ങളിലും BJP തോൽക്കാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളാണ്. പ്രത്യേകിച്ചും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വലിയ സംസ്ഥാനങ്ങളുമാണ്. ഇവിടെയൊക്കെ തോറ്റു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഇപ്പോഴുള്ള ഈ പ്രഭാവം, അതായത് ഈ 2-3 തവണ വരുമ്പോൾ തന്നെ കുറഞ്ഞ പ്രഭാവത്തിലാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന്റെ ആ പഴയ അജയ്യനായിട്ടുള്ള പ്രഭാവം എല്ലാം പോയി, ഇൻവിൻസിബിലിറ്റി പോയി. അപ്പോൾ ആ 3 തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ ഈ സർക്കാർ ആടി ഉലയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ തന്നെ പ്രതിപക്ഷ കക്ഷികൾ എനിക്ക് തോന്നുന്നു അവർ തൽക്കാലം റോക്ക് ദി ബോട്ട് എന്നുള്ള ആ സാഹചര്യം എത്തിയിട്ടില്ല. അപ്പോൾ അവർ പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് ഒരു വളരെ നല്ല കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു അസോൾട്ടിന് വേണ്ടിയുള്ള ഒരു ഇപ്പൊ രാജ്യസഭയിൽ അത് വലിയ പ്രസക്തമല്ലെങ്കിൽ കൂടി രാജ്യസഭയിലെ BJD MPമാർ പറഞ്ഞു ഞങ്ങൾ സർക്കാരിനെ പിന്തുണയ്ക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡെവലപ്മെന്റ് കൂടി വരുന്നുണ്ട് BJD MPമാർ രാജ്യസഭയിൽ. BJD ഇത് കുറച്ചു കാലം മുൻപ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് നവീൻ പട്നായിക്കിന് ഏറ്റവും ദീർഘകാലം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആകാൻ പറ്റുമായിരുന്നു. അവർ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് BJP-യുമായിട്ട് ഒരു സഖ്യ ചർച്ച നടത്തിയില്ലായിരുന്നെങ്കിൽ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ടനെ. ധൃതരാഷ്ട്രാലിംഗനം നടത്തി BJD ഇല്ലാതാക്കി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യം. നവീൻ ബാബുവിന് ഇപ്പോൾ 77 വയസ്സായി. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ ആ പാർട്ടി എന്തായാലും ഉണ്ട്. ഓക്കെ, സന്ദീപ് മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ ആടി വീഴാനുള്ള കരുത്തേ ഉള്ളൂ 3ാം മോദിക്ക് അല്ലെങ്കിൽ NDAക്ക്. ഞാൻ അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ പറയട്ടെ. ഇവിടെ അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ അടിയന്തരാവസ്ഥയിൽ നടന്ന അട്രോസിറ്റീസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതവിടെ നിൽക്കുമ്പോൾ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇതേ ന്യായീകരണങ്ങളാണ് ഹിറ്റ്ലർക്ക് ഉണ്ടായിരുന്നത് ജർമ്മനിയിൽ ഹിറ്റ്ലർ എങ്ങനെയാണോ അവിടെ എമർജൻസി പ്രഖ്യാപിച്ചത്, ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട്, ഭരണഘടനയിലെ പ്രൊവിഷൻസ് തന്നെ ഉപയോഗിച്ചുകൊണ്ട്, ഭരണഘടനയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് എപ്രകാരമാണോ ഹിറ്റ്ലർ ജർമ്മനിയിൽ പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലടച്ചത്, എന്തൊക്കെ ന്യായീകരണങ്ങളാണോ പറഞ്ഞത്, അതേ ന്യായീകരണങ്ങളാണ് ഇപ്പോഴും ലിജു അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞ അതേ ന്യായീകരണം ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സന്ദീപ്, ഈ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞവരാണ് നിങ്ങളുടെ MP അടക്കം അവിടെ വന്ന് പ്രസംഗിച്ചാണ്. ചാൾസ് സോപ്പാർ 400 ഞങ്ങൾക്ക് അല്ലെങ്കിൽ അയോധ്യയിൽ ലല്ലു ഉണ്ടല്ലോ, അദ്ദേഹം അടക്കം പറഞ്ഞാണ് ഞങ്ങൾക്ക് ഭരണഘടന മാറ്റണം എന്ന് വീറോടെ വാദിച്ചു വന്നവരാണ്. ചാൾസ് സോപ്പാർ നിങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ നിങ്ങൾ ഇതിനെ കൈവച്ചേനെ അല്ലേ? അല്ല, അഷ്മിക്ക് കൃത്യമായ കാര്യം മനസ്സിലാകത്തോണ്ടാണ്. എന്താണ് കഴിഞ്ഞ 2 തവണയും ഞങ്ങൾക്ക് ഭരണഘടന അമെന്റ്മെന്റ് ചെയ്യാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ഞങ്ങൾ അമെന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതാണല്ലോ ഇവിടെ പറഞ്ഞത്, കശ്മീരിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ അമെന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി 2 പേരും പറഞ്ഞ മറുപടി എല്ലാം ചേർത്ത് പറയാം. ഇവിടെ അതിന്റെ കാമ്പിനെ അട്ടിമറിക്കുന്ന മാറ്റം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ 100-ലധികം തവണ ഭരണഘടന അമെന്റ്മെന്റ് ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ്. അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങളുടെ നേതാക്കളെ മുഴുവൻ ജയിലടച്ച ശേഷം, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാക്കളെയും എല്ലാവരെയും ജയിലടച്ച ശേഷം ഭരണഘടന പ്രിയാമ്പിൾ വരെ മാറ്റിയവരാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന് ഒരു റോളും ഇല്ലാത്ത സമയത്ത് ഭരണഘടന മാറ്റുകയും അത്തരം തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ ഇപ്പോൾ കോടതി വിധിയെക്കുറിച്ച് പറഞ്ഞു. കോടതി വിധി വന്നു കഴിഞ്ഞാൽ അതിന് കോടതിയിൽ ചലഞ്ച് ചെയ്യണ്ടേ? അലഹാബാദ് കോടതിയുടെ വിധി വന്നിട്ടുണ്ടെങ്കിൽ അതിന് സുപ്രീം കോടതി ചലഞ്ച് ചെയ്യണം. അതിന് പകരം ഇന്ദിരാഗാന്ധി എന്താ ചെയ്തത്? ഒരു കോടതി വിധിയും വേണ്ട, ഞാൻ തന്നെ അങ്ങ് തുടർന്നോളാം എന്ന് പറഞ്ഞ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കുന്നു? അടിയന്തരാവസ്ഥയെ കുറിച്ച് BJPക്ക് ഇപ്പോ വലിയ ആശങ്ക ഉണ്ടാവുന്നു. ഇന്ന് നരേന്ദ്രമോദി അത് പറയുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഭരണഘടന ഇല്ലെന്ന് അങ്ങനല്ല എന്ന് പറഞ്ഞാൽ ഈ ഭരണഘടനയെ നിങ്ങൾ കൈവെക്കാൻ പോകുന്നു, ഈ ഭരണഘടനയെ നിങ്ങൾ നശിപ്പിക്കാൻ പോകുന്നു എന്ന ഇന്ത്യ സഖ്യത്തിന്റെ പ്രചരണം അയോധ്യയിലും ശ്രാവസ്തിയിലും സീതാപൂരും അടക്കം എല്ലാ ദളിത് മേഖലകളിലും നിങ്ങൾക്ക് മർമ്മത്ത് പ്രഹരമേറ്റു സന്ദീപ്.
അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഭരണഘടനയെ പറ്റി വലിയ സ്നേഹമുള്ളവരാവുന്നത്. എന്താണ് ഭരണഘടന മരവിപ്പിച്ച ആ നാളുകളെ കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് ഇപ്പോ അല്ലേ? അത് ഓർമ്മിപ്പിക്കണ്ടേ? സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ മുഴുവൻ അടിച്ചമർത്തിയിട്ടുള്ള ആ ഇരുണ്ട കാലഘട്ടത്തിന്റെ 50ാം വാർഷികം നാളെയാണ്. സ്വാഭാവികമായിട്ടും അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണ്ടേ? നമ്മുടെ ഭരണഘടനയെ പിച്ച് ചീന്തിക്കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് പത്രമാധ്യമങ്ങളെ മുഴുവൻ ഇവിടെ ഹാഷ്മിക്ക് ഇത്തരം ഒരു ചർച്ച നടത്തണമെങ്കിൽ എറണാകുളം കളക്ടറുടെ പെർമിഷൻ വേണമായിരുന്നു ആ കാലത്ത്. അന്ന് സാറ്റലൈറ്റ് ടി വി ഇല്ല. ഞങ്ങൾക്ക് അധികാരമുള്ളൂ. കാരണം അത് അന്ന് അടിയന്തരാവസ്ഥക്കെതിരായി പോരാടിയതും ജയിലിൽ പോയതും മർദ്ദനമേറ്റതും ഞങ്ങളാണ് സാർ. നിങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ നിങ്ങൾ പിന്മാറിയവരാണ്. അല്ലെങ്കിൽ പറയട്ടെ ഞങ്ങളാണ് ജയിലിൽ പോയവർ, ഞങ്ങളാണ് പോരാടിയവർ. അന്ന് RSSന്റെ കൂടെ ഇവരുണ്ടായിരുന്നത്. അന്ന് RSSന്റെ കൂടെ ഇവരുണ്ടായിരുന്നത്. അടിയന്തരാവസ്ഥയെ എതിർക്കാൻ ആ നിലയിൽ അങ്ങനെ രാഷ്ട്രീയ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ജയിലിൽ പോയവരാണ്. BJP ജയിലിൽ പോയിട്ടുണ്ട്. അന്ന് പൂർണ്ണമായി പ്രതിപക്ഷ നിരയെ ഒതുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ BJP ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? ഞാൻ ചോദിക്കട്ടെ, ഈ 10 കൊല്ലക്കാലത്തെ ഭരണത്തിൽ BJPക്ക് എന്താണ് റാങ്ക് ഉള്ളത്? മാധ്യമ സ്വാതന്ത്ര്യം BJP അനുവദിക്കുന്നു. എത്രയാണ് കിടക്കുന്നത്? ഏത് നിലയിലാണ് കിടക്കുന്നത്? അല്ല, നമ്മളെ CPM അല്ല വിലയിരുത്തിയത്. പ്രഖ്യാപിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ നടത്തുകയും ഭരണഘടനയെ മരവിപ്പിക്കലും ഒരു രീതിയാണ്. പ്രഖ്യാപിക്കാതെ അടിയന്തരാവസ്ഥ മരവിപ്പിക്കൽ തുല്യമായ രീതിയിലേക്ക് അശ്മി, പ്രഖ്യാപിക്കാതെ അടിയന്തരാവസ്ഥ നടപ്പിലാക്കാൻ കഴിയില്ല. പ്രഖ്യാപിച്ചേ സാധിക്കും. 1. 2, ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമെടുത്ത ഏതേത് ഭരണപരമായ നടപടികളെയാണ് ഇവർ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാതിരുന്നത്? ഏത് നടപടിയെ? എല്ലാ നടപടികളും സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. പരമാവധി രാത്രി 12 മണിക്ക് വേണമെങ്കിൽ 12 മണിക്ക് പോകാൻ ഇവർക്ക് NGOകളുടെ നീണ്ട പടയുണ്ടായിരുന്നു. ഇവര് പോയിട്ടും ഇവർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായി എല്ലാം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമായിട്ടുണ്ട്. 1. 2, ഇത് അദ്ദേഹം ഏക സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞു വരുന്നതേ ഉള്ളൂ. പക്ഷേ ആ ഏക സിവിൽ കോഡിനെ വേണമെന്ന് പറഞ്ഞ് വാദിച്ചിരുന്നവർ ഇപ്പൊ എങ്ങനെ നിലപാട് മാറ്റിയത്? അത് ഭരണഘടനയുള്ളതല്ലേ സാർ? ഭരണഘടന ശില്പികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദമല്ലേ സാർ? ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ BJPയുടെ നിലപാടും യൂണിഫോം ഞങ്ങൾക്ക് ഒരൊറ്റ നിലപാടേ ഉണ്ടായിട്ടുള്ളൂ. ശരി, ഇവിടെ ജനാധിപത്യത്തെ പറ്റി സംസാരിക്കാൻ, ഭരണഘടനയെ പറ്റി സംസാരിക്കാൻ അവകാശമുള്ള ഏക പാർട്ടി BJP. അത് പിന്നെ ഈ പറഞ്ഞതുപോലെ സാത്താന് വേദം ഓതാൻ പറ്റും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിലാണ് കണക്കൂട്ടുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അടിയന്തരാവസ്ഥ വീണ്ടും അടിയന്തരാവസ്ഥയിൽ വന്നതിൽ ക്ഷമിക്കണം, നമുക്കൊരു ചർച്ച ആയതുകൊണ്ട് അത് വീണ്ടും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ ഹിറ്റ്ലറുടെ ഭരണവുമായിട്ട് എന്തെങ്കിലും താരതമ്യം ചെയ്ത് കടന്നു കൈയായിപ്പോയി. കാരണം ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ അധികാരത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള അവർ മരിച്ചപ്പോഴാണ്. ഇന്ദിരാഗാന്ധി 75 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെങ്കിൽ 77 തെരഞ്ഞെടുപ്പ് നടത്തി ആ തെരഞ്ഞെടുപ്പിലെ തോൽവിയെ മാന്യമായി ഏറ്റുവാങ്ങിയ ഒരാളാണ്. 2 വർഷക്കാലമാണ് ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നുള്ള കാലഘട്ടത്തിന് നീണ്ടു നിന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു താരതമ്യത്തിനെ പ്രസക്തിയില്ല. പിന്നെ എങ്ങനെയാണ് ഇവരെ അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയെന്നുള്ളതാണല്ലോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അത് നിരവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷനെ തന്നെ. ഇലക്ഷൻ കമ്മീഷണറുടെയൊക്കെ തന്നെ പ്രവർത്തനം ഒരു പരസ്യമായി തെരഞ്ഞെടുപ്പ് വേദികളിൽ മതവിഷം തുപ്പുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്, രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ഒരു നോട്ടീസ് അയക്കാൻ പോലും മടി കാണിക്കുന്ന തരത്തിൽ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ അധപ്പതിച്ചു. ഒരു ഇലക്ട്രൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. നമ്മൾ പണ്ട് അരുൺ ജെയ്റ്റ്ലിയുടെ ഒരു പ്രഖ്യാപനമുണ്ട്, ഇന്ത്യൻ പാർലമെൻറ്റ് നടത്തിയതാണ്. ദ പോസ്റ്റ് റിട്ടയർമെൻറ്റ് പോസ്റ്റിംഗ്സ് ഓഫ് ജഡ്ജസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പ്രീ റിട്ടയർമെൻറ്റ് ജഡ്ജ്മെൻറ്റ്സ് എന്ന് പറയും. അത് ഏറ്റവും കൂടുതൽ നടന്നത് ഈ കാലഘട്ടത്തിലല്ലേ. രഞ്ജൻ ഗൊഗോയി രാജിവെച്ച് 6-ാം മാസത്തിനും BJPയുടെ MP ആവുകയാണ്. പിന്നെ കൽക്കട്ടയിലെ ഹൈക്കോടതി ജസ്റ്റിസ് ഗംഗോപാധ്യായ രാജിവെക്കുന്നതിന് മുൻപ് മമതാ ബാനർജിക്കെതിരെ പത്രസമ്മേളനം, തുടർച്ചയായ പത്രസമ്മേളനം. എന്നിട്ട് രാജിവെച്ച് 48 മണിക്കൂറിനകം BJPയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയാവുകയാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ, ജുഡീഷ്യറി, രാജ്യത്തെ മാധ്യമങ്ങളെ മുഴുവൻ തന്നെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു വിരമിക്കുന്ന ജഡ്ജിക്ക് പുതിയ പോസ്റ്റ് കൊടുക്കുക പോലെയുള്ള ആരോപണങ്ങൾ ഉണ്ടാവുന്ന ഈ സർക്കാർ കാലത്ത് മാത്രമല്ല കേട്ടോ. അരുൺ ജെയ്റ്റ്ലി സഭയിൽ പ്രസംഗിക്കാൻ സാഹചര്യം എന്താണ്? അതിന് മുമ്പ് ഉണ്ടായിരുന്നു ഹാവനുകൾ തേടുന്നവരാണ് ഇവർ. ഒരു നിമിഷം ഞാൻ പറയാം. എന്നൊരു പശ്ചാത്തലം അന്നുണ്ടായിരുന്നു. ഒറ്റ നിമിഷം. അന്നത്തെ പോസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ജഡ്ജ് വിരമിച്ചു കഴിഞ്ഞാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം, അങ്ങനെയുള്ള പോസ്റ്റിങ്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് മാത്രം പറ്റുന്ന കാര്യങ്ങളായിരുന്നു. ഇതുപോലെ
അതുപോലെ രാജിവെച്ച് 48 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയാവുക, നേരെ ഗവർണറാകുക. ഇപ്പം അയോധ്യ വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസ് ഉൾപ്പെടെ ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഗവർണർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോസ്റ്റിങ്സ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ജുഡീഷ്യൽ പൊളിറ്റിക്കൽ പോസ്റ്റിങ്ങുകളായി മാറുന്നത്. മാധ്യമങ്ങളെല്ലാം തന്നെ ഇവരുടെ ഒരു ഗോഡി മീഡിയ എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് പോയില്ലേ? അല്ല, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെയൊക്കെ ഇവർക്ക് സ്വാധീനമുള്ള കോർപ്പറേറ്റ് സംവിധാനം കൊണ്ട് വിലക്കെടുക്കുക, എന്നിട്ട് അവർക്ക് അനുകൂലമായ എക്സിറ്റ് പോളും അല്ലാത്ത കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. പാർലമെന്റ് തന്നെ നമുക്കറിയാലോ, ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഇത്രമാത്രം സഭാ നടപടികൾ ഗില്ലറ്റിൻ ചെയ്യപ്പെടുകയും ഏറ്റവും പുറത്താക്കുക, 143 പ്രതിപക്ഷ എംപിമാരെ ഒറ്റയടിക്ക് പുറത്താക്കുക. അത് മാത്രമാണോ? സെലക്ട് കമ്മിറ്റിക്ക് ബില്ലുകൾ ചർച്ചയില്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴി ഹു കേഴ്സ് അബൌട്ട് പാർലമെന്റ് ഡെറക് ഒബ്രയാന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇന്ത്യൻ പാർലമെൻറ്റിൽ അവരൊക്കെ വസ്തുത സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് സംസാരിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റ് ഇതുപോലെ ചർച്ചയില്ലാതെ ഏകപക്ഷീയമായി നിയമങ്ങൾ പാസ്സാക്കി കോപ്പി കൊടുക്കും, പ്രതിപക്ഷങ്ങൾക്ക് കോപ്പി കൊടുക്കാതെ ബില്ല് ചർച്ച ചെയ്യാൻ സെലക്ട് കമ്മിറ്റികൾക്ക് കൊടുക്കാതെ കാലഘട്ടമുണ്ടോ? അപ്പോൾ പാർലമെന്റ്, ജുഡീഷ്യറി, ഇലക്ഷൻ കമ്മീഷൻ, അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് സ്ഥാപനങ്ങൾ, ഇഡിയും CBIയും തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളെയും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും വിശ്വാസത എന്തായാലും അതിന് ശമനം ഉണ്ടാകുമോ? ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ പ്രതിപക്ഷാംഗങ്ങളുടെ കൂട്ടപ്പുറത്താക്കൽ, അന്ന് പ്രതിപക്ഷത്തിന് കാര്യമായ പ്രതിഷേധം ഉയർത്താനാവാതെ നിസ്സഹായമായി മിണ്ടാതെ ഒരു ഞരക്കം മാത്രം അറിയിക്കാനാവുന്ന പ്രതിപക്ഷമായിരുന്നു. ED ഇറങ്ങി കൂട്ടവേട്ട നമ്മൾ കണ്ടു. പ്രതിപക്ഷ നേതാക്കളെ ഒക്കെ പിടിക്കുന്ന പ്രതിപക്ഷ നേതാക്കളെ മാത്രം വേട്ടയാടുന്നു. പ്രതിപക്ഷത്ത് നിന്ന് BJPയിലേക്ക് എത്തിയാൽ അവരുടെ കേസുകൾ അന്തരീക്ഷത്തിൽ ആവിയായി പോകുന്നു. എത്ര സംഭവങ്ങൾ നമ്മൾ കണ്ടു. എന്തായാലും ഇനി മുന്നോട്ടുള്ള കാലയളവിൽ അത് ആ അളവിൽ നടക്കില്ല എന്ന കാര്യം ഉറപ്പല്ലേ ആനന്ദ് ചൂടി? തീർച്ചയായും ഇവിടെ ക്രിമിനൽ നിയമങ്ങൾ 3 ക്രിമിനൽ നിയമങ്ങൾ BJP എങ്ങനെയാണ് ഗില്ലറ്റിൻ ചെയ്ത് ഈ ലോക്സഭയിൽ അത് പാസ്സാക്കിയെടുത്തത്? 145 എംപിമാരെ പുറത്താക്കിയിട്ടാണ് അത് പാസ്സാക്കിയത്. അതൊക്കെ ഇനിയിപ്പോൾ വീണ്ടും എനിക്ക് തോന്നുന്നു അതിലൊക്കെ ചർച്ച നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇനിയിപ്പോൾ പ്രതിപക്ഷം പറയുന്നത് അപ്പാടെ അത് തിരസ്കരിക്കാൻ ഭരണപക്ഷത്തിനാകില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ബിസിനസ് നടത്തണ്ട. ഇപ്പോൾ ലോക്സഭയിൽ ഭരണകക്ഷിക്കാണല്ലോ അതിനുള്ള അവർക്ക് ഇത് നടക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടുതൽ ഭരണപക്ഷത്തിനാണ്. പ്രതിപക്ഷത്തിന് ഇത് അലങ്കോലമാക്കിയാൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷം എങ്ങനെയായിരിക്കും ഇത് ഓരോ കാര്യങ്ങളും ഒന്നൊന്നായി എടുത്തിടുന്നത്, ഓരോ വിഷയങ്ങൾ. ഇനിയിപ്പോൾ ഇവിടെ ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞു UCC സിവിൽ കോഡ് വരുമെന്ന്. എങ്ങനെ വരും? അത് നായിഡുവിന് അത് താല്പര്യമില്ലാത്ത കാര്യമാണ്. അവർക്ക് രണ്ടുപേർക്കും പറ്റില്ല. അപ്പൊ പിന്നെ അവരെ രണ്ടുപേരും ഒഴിവാക്കിക്കൊണ്ട് എന്തായാലും അത് നടക്കാൻ പോകുന്നില്ല. 2000 പറയുകയാണ് ഇപ്പം മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഉന്നവിട്ട് എന്ത് നീക്കം ഉണ്ടായാൽ ഞങ്ങൾ ചെറുക്കും എന്ന് പറഞ്ഞ KC ത്യാഗിയാണ്. എന്ന് പറഞ്ഞാൽ നിതീഷിന്റെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അതെ. അപ്പോൾ ഇവർ പിന്നെ കാസ്റ്റ് ജാതി സെൻസസിൽ ഇപ്പോൾ തന്നെ നിതീഷ് കുമാറും നരേന്ദ്രമോദിയായിട്ട് അല്ലെങ്കിൽ BJPയും JDU ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുകയാണ് ബീഹാറിൽ, സ്റ്റേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ തള്ളി പറയുമോ? അല്ലെങ്കിൽ BJP അത് കോടതിയിൽ വരുമ്പോൾ എന്തായിരിക്കും? സുപ്രീം കോടതിയിലേക്ക് എന്തായാലും പോയാൽ മതിയാവുകയുള്ളൂ. അങ്ങനെ പോവുകയും ചെയ്യും. എന്ത് നിലപാടെടുക്കും എന്നുള്ളതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ഈ NDA എന്നുള്ള ഇപ്പോഴത്തെ കക്ഷികൾ ഇൻഹറന്റ് ആയിട്ട് അവർ തമ്മിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ മൂർച്ഛിച്ചു വരികയും നിതീഷ് കുമാർ നമുക്കറിയാം അദ്ദേഹം അവസരം കിട്ടുമ്പോൾ മറുകണ്ഠം ചാടാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. അപ്പോൾ ആ അവസരം എപ്പോഴാണ് ഉണ്ടാകുക? 2025 ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു സമയം നോക്കി ചാടാൻ വരെ സാധ്യതയുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. നായിഡുവിന്റെ കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന് പല കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും കൂടുതൽ അവസരങ്ങൾ ദില്ലിയിൽ അദ്ദേഹത്തിന്റെ മകനെ മുഖ്യമന്ത്രിയാക്കാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അദ്ദേഹവും ദില്ലിയിലേക്ക് വരാൻ അദ്ദേഹത്തിനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് പോകാത്തവരല്ല. ഗോപിനാഥ്, ഇവിടെ അധികാരം, അഹങ്കാരം, അധികാര ധാർഷ്ട്യത്തിന് ജനം കൊടുത്ത മറുപടിയാണെങ്കിൽ അത് കേന്ദ്രത്തിൽ മാത്രമല്ല കേരളത്തിലാണെന്ന് സമ്മതിക്കോ CPM? കേരളത്തിലും കൂടിയാണ് എന്ന് സമ്മതിക്കോ? അല്ല, കേരളത്തിൽ ഞങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനത് നമ്മുടെ ചർച്ചയുടെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. കാരണം കേരളത്തിന് ദയനീയമായിട്ടുള്ള പരാജയമാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത്. സ്വാഭാവികമായിട്ടും അത് ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരായി ഒരു സിപ്പിംഗ് വോട്ടിനകത്തുനിന്ന് വലിയൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച പോലെ കോൺഗ്രസ് ആയിരിക്കും ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകാൻ കഴിയുക എന്നുള്ള നിലയിൽ വന്നു. ഇന്ത്യ മുന്നണിയുടെ ഫോർമേഷനകത്തൊക്കെ ഇപ്പോഴും ആക്റ്റീവായി സജീവമായി ഞങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ അതിൻ്റെ കീ റോളൊന്നും വഹിക്കാൻ തയ്യാറായില്ല.
അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ഷിഫ്റ്റിംഗ് വന്നിട്ടുണ്ട്. അത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ മാത്രമല്ല, അല്ലാത്ത വിഭാഗത്തിൻ്റെ ഇടയിലും വന്നിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ വിജയം കേരളത്തിനകത്ത് ഇടതുപക്ഷത്തെ തോപ്പിച്ചു അല്ലെങ്കിൽ കോൺഗ്രസിനെ തോപ്പിച്ചു എന്നല്ല. അത് അവർക്ക് ഇലക്ഷൻ മാനേജർ എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി BJPയുടെ ടോപ്പ് മോസ്റ്റ് റാങ്കിലുള്ള നേതാക്കന്മാരെ പോലെ മോഡി സുരേഷ് ഗോപി ബന്ധമെല്ലാം വെച്ചുകൊണ്ട് കുറേ അധികം അങ്ങനെ ഒരു ഗിമിക്സ് അവിടെ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം എത്ര കാലം ഒരു ലോങ് സ്റ്റാൻഡായിട്ട് നിൽക്കുമെന്നുള്ളതൊക്കെ നമുക്കിനി കാണാനിരിക്കുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ ആ റിയലൈസേഷനിൽ ഞങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സന്ധി മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ CPM മനസ്സിലാക്കുന്നുണ്ട്, ഇവിടുത്തെ മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നുണ്ട്, കേന്ദ്രത്തിലെ BJP മനസ്സിലാക്കണം, കേന്ദ്രത്തിലെ നരേന്ദ്രമോദി മനസ്സിലാക്കണം, അത് RSS പറയുന്നുണ്ട്. അധികാഹങ്കാരം നല്ലതല്ല. നോക്കൂ, ഇവിടെ 2 തവണ പ്രധാനമന്ത്രിയായതിനു ശേഷം 3-ാം തവണയും ഒരു പ്രീ പോൾ അലയൻസിന്റെ ഭാഗമായി ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മുന്നിൽ പോകുന്നു. ആ ജനങ്ങൾ വീണ്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകട്ടെ എന്ന മാൻഡേറ്റ് കൊടുക്കുന്നു. NDAയുടെ ഒരു പാർട്ടിയും പരസ്പരം മത്സരിച്ചിട്ടില്ല എന്ന് ആലോചിക്കണം. ഇവിടെ നിൽക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഈ 2 കൂട്ടരും കേരളത്തിൽ പരസ്പരം മത്സരിച്ചവരാണ്. തൊട്ടപ്പുറത്ത് ഒരുമിച്ചായിരുന്നു. ബംഗാളിൽ മമതാ ബാനർജിയും ഇവരും തമ്മിൽ പരസ്പരം മത്സരിച്ചതാണ്. അപ്പൊ ഇവരുടെ മുന്നണി പോസ്റ്റ് പോൾ അലയൻസ് ആണ്, ഞങ്ങളുടേത് പ്രീ പോൾ അലയൻസ് ആണ്. ഒരു മിനിറ്റ്, പ്രീ പോൾ അലയൻസിന് ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്തു. 3-ാമതും അത് 10 വർഷത്തെ ഭരണത്തിന് ശേഷം വീണ്ടും ഒരു പ്രധാനമന്ത്രിക്ക് 3-ാമതും കൊടുക്കുക എന്നുള്ളത് വളരെ ചരിത്രപരമായിട്ടുള്ള നേട്ടമാണ്. ചരിത്രപരമായിട്ട് ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ. NDA സർക്കാർ വോട്ടുക എന്നാണോ പറഞ്ഞത്? NDA മുന്നണിക്ക് വോട്ടുക അല്ലെങ്കിൽ ND അലയൻസിന് വോട്ടുക എന്നാണ് നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞത് മോദിക്ക് വോട്ടുക. ഈ പറഞ്ഞ 543 കോൺസ്റ്റിറ്റ്യൂൻസിലും നരേന്ദ്രമോദിയാണ് സ്ഥാനാർത്ഥി എന്ന മട്ടിലല്ലേ? എന്റെ ഗ്യാരണ്ടി മാത്രം എന്ന് മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നു സന്ദീപ്. അപ്പൊ ഇതൊക്കെ അങ്ങ് പൊളിഞ്ഞ് കാട്ടിക്കയറി കഴിയുമ്പോഴത്തേക്ക് പറയാണ് ഞങ്ങൾ പ്രീ പോൾ അലയൻസ് ഇന്ത്യ മുന്നണി ആഫ്റ്റർ പോൾ ആണെന്ന് എങ്ങനെ പറയാ? നിങ്ങൾ പരസ്പരം മത്സരിച്ചതുകൊണ്ട് കേരളത്തിന്റെ റിയാലിറ്റി കേരളത്തിൽ ഭരിക്കുകയാണ്. കേരളത്തിൽ കോൺഗ്രസോ അല്ലെങ്കിൽ ഇടതുപക്ഷോ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. ഡൽഹിയിലോ? അതുകൊണ്ട് ഡൽഹിയിലുണ്ടായിരുന്നോ? ബംഗാളിലുണ്ടായിരുന്നോ? കേരളത്തിലുണ്ടായിരുന്നോ? ഡൽഹി മുന്നണി ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇവിടെ ചണ്ഡീഗഡിൽ മുന്നണി ഉണ്ടായിരുന്നോ? അല്ല, ഇവിടെ പല സ്ഥലങ്ങളിൽ ഇവർക്ക് മുന്നണി. പഞ്ചാബിൽ മുന്നണിയില്ല. അല്ല, ഇവർ അതാ ഞാനതാ പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യ സഖ്യം കരുത്തോടെ മുന്നേറിയില്ല. കോൺഗ്രസിന് 103 സീറ്റിലേക്ക് എത്തിയില്ല ഏറ്റവും ഒടുവിൽ. കാശ്മീർ എന്ന് പറഞ്ഞോട്ടെ, എന്റെ വാദം എന്ന് പറയുന്നത് ഞങ്ങൾ പ്രീ പോൾ അലയൻസായി ജനങ്ങൾക്ക് മുന്നിൽ പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് വോട്ട് തേടി. ജനങ്ങൾ ആ പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്തു. 3-ാമതും ഭരിക്കാനുള്ള ചരിത്രപരമായിട്ടുള്ള മാൻഡേറ്റ് കൊടുത്തു. അത് ചരിത്രപരമായ മാൻഡേറ്റ് ആണ്. 3 തവണ തുടർച്ചയായി ഇന്ത്യ പോലെ. ഞാൻ പൂർത്തിയാക്കട്ടെ. നിങ്ങൾ ഈ ലോകത്ത് എവിടെയും ഇല്ലാത്തൊരു പാർട്ടി 1% വോട്ടും വെച്ചുകൊണ്ട് വാദിക്കില്ല. ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ 1% വോട്ടും വെച്ച് വാദിക്കല്ല. ഭയങ്കര കാര്യമായി പോയി. ഇപ്പുറത്ത് നിൽക്കുന്നവർ ഔദാര്യം കൊണ്ടെന്ന് അവർ തന്നെ പറയുന്നത്. ഞാൻ പൂർത്തിയാക്കട്ടെ ലക്ഷ്മി. ഞാൻ അവരെ ട്രോളാൻ വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത്. ഞാൻ കാര്യം പറയട്ടെ. ഇവിടെ പറയുന്ന കാര്യം, ഞങ്ങൾ 3-ാമതും അധികാരത്തിൽ നിന്നുള്ള ചരിത്രപരമായിട്ടുള്ള നേട്ടമാണ്. നിങ്ങൾ സമ്മതിക്കും, എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് വളരെ അപൂർവമായിട്ട് 60 വർഷത്തിന് ശേഷമാണ് ഒരു പ്രധാനമന്ത്രിക്ക് 3-ാമതും ഭരിക്കാനുള്ള മാൻഡേറ്റ് ജനങ്ങൾ കൊടുക്കുന്നത്. അത് ചരിത്രപരമായിട്ടുള്ള മാൻഡേറ്റ് ആണ്. അവിടെ കുറച്ച് സീറ്റ് ഞങ്ങൾക്ക് കുറഞ്ഞു എന്നുള്ള പേരിൽ ഒരു വിദ്യാർത്ഥി 100% ഒരു നോർമൽ സാഹചര്യത്തിൽ ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ 3-ാമത് അധികാരത്തിൽ നിൽക്കുന്നതിനെ എല്ലാവരും പ്രകീർത്തിക്കുകയാണ് ചെയ്യുക. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ 4 സോപ്പാർ എന്ന മുദ്രാവാക്യം അഹങ്കാരം പോലെ പറഞ്ഞു. നിങ്ങൾ മോദി മാജിക്കെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾ പ്രതിപക്ഷ സഖ്യങ്ങളെ വേട്ടയാടാൻ ശ്രമിച്ചു. നിങ്ങൾ അവരുടെ ഫണ്ട് മുടക്കാൻ ശ്രമിച്ചു. നിങ്ങൾ അവരുടെ നേതാക്കളെ പിടിച്ചകർത്താൻ ശ്രമിച്ചു. ഇതൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് വന്നതുകൊണ്ടാണ് പ്രതിപക്ഷ സഖ്യത്തിന് അത്ര സ്വീകാര്യത. കഴിഞ്ഞ തവണ ഞങ്ങൾക്കുണ്ടായിരുന്ന എത്രയായിരുന്നു? 350-ലധികം സീറ്റുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് NDA എന്ന് പറയുന്നത് ഏകദേശം വിത്ത് NDAയും ചില സാഹചര്യങ്ങളിൽ NDAയോടൊപ്പം ചേരുന്നവരും ചേർത്ത ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് കഴിഞ്ഞ തവണയും 400 ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അടുത്ത പരീക്ഷ വരുന്ന സമയത്ത് 100 മാർക്ക് വാങ്ങാൻ ലക്ഷ്യം വെക്കും. ഇത്തവണത്തെ പരീക്ഷയിൽ ഞങ്ങൾക്ക് ഇത്തവണ പരീക്ഷ ഞാൻ കുറച്ച് മാർക്ക് കുറഞ്ഞു, ശരിയാണ്. പക്ഷെ ഇപ്പോഴും ക്ലാസ്സിലെ ടോപ്പർ ഞങ്ങളാണ്. ഇവിടെ കഴിഞ്ഞ 3 എക്സാം അല്ല, നിരവധി എക്സാമുകളായി സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്ന ബാക്ക് ബെഞ്ചേഴ്സ് വന്ന് ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞതിനെ കുറിച്ച് പറയാം. ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞതിനെ കുറിച്ച് പറയാം. 3-ാം തവണയും 100 സീറ്റായിട്ടില്ല. ഒരു മിനിറ്റ് ആ കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ കീറിയറിയാൻ ശ്രമിച്ചു. ആ കുട്ടികൾക്ക് മാർക്ക് നൽകാതെ ഉപദ്രവിച്ചു. ആ കുട്ടികളെ ജയിലിലിട്ടു. ആ കുട്ടികളെ ED ഇറക്കി വേട്ടയാടിയില്ലേ? ഇത്രത്തോളം ആ കുട്ടികളെ ഉപദ്രവിച്ചിട്ട് ബാക്ക് ബെഞ്ചേഴ്സിനെ കുറ്റം പറയല്ലേ സന്ദീപ്? ഇതിനേക്കാൾ വലിയ സാഹചര്യങ്ങൾ നേരിട്ട് അടിയന്തരാവസ്ഥ ഞങ്ങൾ ജയിച്ചിട്ടില്ലേ?
ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഒരു കാര്യം അപ്പൊ ആ പറയാം. സാഹചര്യം ഇല്ല, സംഭവിക്കാം. ആ സാഹചര്യം ഒന്നും ഇവിടെ ഇല്ല. ആ സാഹചര്യം ആ സംഭവിക്കാം. സാഹചര്യം ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടിനായിരുന്നു ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഇവരെ തെരഞ്ഞെടുപ്പ് നേരിട്ടും 3-ാം തവണയും 100 സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ കഴിഞ്ഞ 90-ന് ശേഷമുള്ള ചരിത്രം നിങ്ങൾ ഇത് പരിശോധിക്ക്. BJP ഏറ്റവും ദുർബലമായ സാഹചര്യത്തിൽ പോലും 114 താഴേക്ക് വന്നിട്ടില്ല. ഇവർ കഴിഞ്ഞ 3 തവണയായി 100-ന് താഴെയാണ്. ജനങ്ങൾ ഇവരെ അവിടെ പരാജയപ്പെടുത്തി വീണ്ടും ശിക്ഷിച്ചിരിക്കുകയാണ്. ഈ ശിക്ഷിച്ചത് എന്തുകൊണ്ടാ? ജനങ്ങൾ ഇവരെ വീണ്ടും ശിക്ഷിച്ചിരിക്കുകയാണ്. 100-ൽ താഴെ മാത്രമാണ് ഇപ്പോഴും കോൺഗ്രസ് ഉള്ളത്. 100 പോലെ അവർക്ക് സാങ്കേതികമായിട്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. വാരണാസിയിലെ 4 ലക്ഷം ഭൂരിപക്ഷം, വാരണാസിയിലെ 5 ലക്ഷത്തിനടുത്ത ഭൂരിപക്ഷം 1.5 ലക്ഷത്തിലേക്ക് ഞങ്ങളുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ മത്സരിച്ചത്. അയോധ്യ തോക്കാണ്, അല്ല, നിങ്ങൾ സീതാപൂർ തോക്കാണ്, ശ്രാവസ്തി തോക്കാണ്. തൃശ്ശൂർ ജയിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളും കൂടുതൽ ജയിച്ചിട്ടുണ്ട്. ചില തൃശ്ശൂർ മാത്രമാണ് അയോധ്യ. ഞങ്ങൾ പല സ്ഥലങ്ങൾ ജയിച്ചിട്ടുണ്ട്, ചില സ്ഥലങ്ങൾ തോറ്റിട്ടുണ്ട്. അതാണ് ജനാധിപത്യം. അതാണ് ഇന്ത്യയുടെ ഡെമോക്രസി. അത് പറഞ്ഞാൽ മതി. ഞങ്ങൾ ആ ഡെമോക്രസിയിൽ 60 വർഷക്കാലം തോറ്റവരാണ്. കേരളമാണ്, BJP ജയിക്കൂല എന്ന് ഇത് കേരളം തന്നെ. സന്ദീപേ ഇത് സമ്മതിച്ചാൽ മതി. ഇത് സമ്മതിച്ചാൽ മതി. ഇത് സമ്മതിച്ചാൽ മതി സാർ. ഇത് സമ്മതിച്ചാൽ മതി. ഇത് ജനാധിപത്യം. ഒരു മിനിറ്റ്. ഇത് സമ്മതിച്ചാൽ മതി. ഇത് സമ്മതിച്ചാൽ മതി എന്നേ. ഇത് ജനാധിപത്യമാണ്. തൃശ്ശൂര് പോലെയുള്ളൂ നിങ്ങൾക്ക് അയോധ്യ. നിങ്ങളുടെ പ്രധാനമന്ത്രി ദൈവമല്ല, സാധാരണ മനുഷ്യനാണ്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു സാധാരണ നേതാവ് മാത്രമാണ് മോദി. അംഗീകരിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ഒരു ഓവർടൈം പണി എടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധിയെ പോലെ, നിതീഷിനെ പോലെ, മുലായത്തിനെ പോലെ സാധാരണ ഇന്ത്യൻ രാഷ്ട്രീയ നേതാവാണ് മോദി. അദ്ദേഹം ഒരു ദൈവവുമല്ല. ഇത് സമ്മതിച്ചാൽ മതി. അത് ഞാൻ പറയട്ടെ, സുരേഷ് ഗോപി തന്നെ പറയുന്നു. സാർ, സുരേഷ് ഗോപി തന്നെ പറയുന്നു BJPയുടെ വോട്ടല്ല എനിക്ക് കിട്ടിയത്. അല്ല സന്ദീപ് ജയിച്ചോ? ഇവിടെ സുരേഷ് ഗോപി പറയുന്നു എനിക്ക് SDPയുടെ അടക്കം വോട്ട് കിട്ടി. ഇവിടെ സുരേഷ് ഗോപി പറയാണ്. സുരേഷ് ഗോപി പറയാണ്. സന്ദീപ് വാര്യർ ഇവിടെ സുരേഷ് ഗോപി പറയുകയാണ് എനിക്ക് SDPയുടെ അടക്കം വോട്ട് കിട്ടി. കേൾക്കട്ടെ, 5 കൊല്ലം കൂടി സുരേഷ് ഗോപി പറയാണ്. ഇവിടെ സുരേഷ് ഗോപി പറയാണ് സുരേഷ് ഗോപിക്ക് എനിക്ക് SDPയുടെ അടക്കം വോട്ട് കിട്ടി. സാർ, SDPയുടെ അടക്കം വോട്ട് കിട്ടി ജയിച്ചാണ്. SDPയുടെ അടക്കം വോട്ട് കിട്ടി ജയിച്ച ആളാണ് ഗോപി. ഞങ്ങളാണ് സാർ അധികാരത്തിലുള്ളത്. SDPയുടെ അടക്കം വോട്ട് വാങ്ങി ജയിച്ച ആളാണ് ഗോപി. ജനങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് അംഗീകരിക്കുന്നുണ്ടോ? SDPയെ വോട്ട് വാങ്ങി അംഗീകരിക്കുന്നുണ്ടോ? SDPയെ വോട്ട് വാങ്ങി അംഗീകരിക്കുന്നുണ്ടോ? സന്ദീപ്, മുഴുവൻ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. SDPയുടെ വോട്ട് അംഗീകരിക്കുന്നുണ്ടോ? SDP ജനങ്ങൾ അംഗീകരിച്ചാൽ മതി. അപ്പൊ SDP ജനങ്ങളാണ്. ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ രാജ്യത്തെ വോട്ടർ പട്ടികയിൽ പേരിലൊക്കെ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ രാജ്യത്തെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്ക് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടാവാം. വെൽക്കം ബാക്ക് എൻകൗണ്ടർ പ്രൈം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. എം ലിജു അതിന് മറുപടി പറഞ്ഞോളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മൂന്നാമത് നരേന്ദ്രമോദി തന്നെയാണെന്നേ. നിങ്ങൾ ഇപ്പോഴും പ്രതിപക്ഷത്ത് തന്നെയാണ്. കോൺഗ്രസിന് ഇപ്പോഴാണെന്ന് പറഞ്ഞാൽ അതിനുശേഷമാണ് 100 കടന്ന സീറ്റിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. വലിയ സമ്പത്തോടെ നടത്തിക്കൊണ്ടിരുന്ന സ്കൂളിൽ നിന്നും അവിടുത്തെ ഹെഡ് മാസ്റ്റർ കുട്ടികളെ കോമ്പസിട്ട് കുത്തിയാൽ 10-62 കുട്ടികൾ അടുത്ത സ്കൂളിലേക്ക് താമസം മാറിപ്പോകും. അപ്പോൾ ആ സ്കൂൾ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ഈ 62 കുട്ടികൾ ചെല്ലുക എന്ന് പറഞ്ഞാൽ സ്കൂൾ പുരോഗമിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ഈ കോമ്പസിട്ട് കുത്തി ഓടിച്ച അധ്യാപകന് അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന കുട്ടികളിൽ നിന്ന് ഇനിയും ഒരു 100 പേർ അപ്പുറത്തെ സ്കൂളിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് കാണാനിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ പ്രതിപക്ഷത്താണ്, ഞങ്ങൾ അംഗീകരിച്ചല്ലോ അത് സംഭവം. അതുകൊണ്ടാണ് ഞങ്ങളൊരു ക്ലെയിം പോലും വെക്കാതിരുന്നത്. പക്ഷേ ഞങ്ങളുടെ മുന്നണിക്ക് ഇനി 10-36 കൂടെ മതി. 272 എന്നുള്ളത് 272 നമ്പർ. അല്ല, മറിക്കാൻ പ്ലാൻ ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ 36 ഒന്നുവടിയിലാണ് ഇപ്പോൾ ഭരണം. നേരത്തെ 303 സീറ്റുകളുമായി ഒറ്റയ്ക്കാണ് ഭരിച്ചിരുന്നതെങ്കിൽ 303 ആയിരുന്നു നേരത്തെ നമ്പർ. ആരുടെ സഹായം BJPക്ക് വേണ്ടായിരുന്നു. അല്ല, അതെല്ലാം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. ഈ താമരയെല്ലാം അതിജീവിച്ചിട്ടും നേരത്തെ ലെവൽ പ്ലേയിങ് ഫീൽഡിനെ കുറിച്ച് പറഞ്ഞു. ഇലക്ഷന് തൊട്ട് മുമ്പ് മുഖ്യ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ബാങ്ക് അക്കൗണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്ത് അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള യാതൊരു റിസോഴ്സസും ഇല്ലാതാക്കുന്ന ഒരു കാര്യം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അടുത്ത കാലത്തും കേട്ടിട്ടില്ലല്ലോ. ലോക ചരിത്രത്തിനും അപൂർവം. മറ്റ് ഏകാധിപത്യ രാഷ്ട്രങ്ങളാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വേണ്ട. പക്ഷെ ഒരു ഡെമോക്രസി, ഒരു സിസ്റ്റമായി നിൽക്കുന്ന ഒരു രാജ്യത്തും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന ഒരു ഭരണകൂടത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ 62 പേര് ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ കോമ്പസ് താഴെ വെച്ചില്ലെങ്കിൽ ഇനിയും 10-200 പേര് ഇറങ്ങി പുറത്തേക്ക്. ആ കുട്ടികളെ കുത്തിയ കോമ്പസ് ഹെഡ് മാസ്റ്ററിന് താഴെ വെക്കേണ്ടി വരില്ല എന്തായാലും.
എന്തായാലും ഇപ്പോൾ ഒരു പൊതു മിനിമം പരിപാടിയെക്കുറിച്ചൊന്നും ഒരു ചർച്ചയും നടക്കുന്നില്ല. അപ്പോൾ ഈ പൊതു മിനിമം പരിപാടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ എനിക്ക് തോന്നുന്നു എപ്പോഴെങ്കിലും ഈ സർക്കാർ അസ്ഥിരമാകാൻ സാധ്യതയുണ്ട്, പൊട്ടും. അത് എപ്പോഴാണ്? അത് ഈ 3 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിട്ടാണോ? ഇനിയിപ്പോൾ 2025 RSSന്റെ 100ാം വാർഷികം ആഘോഷിക്കാനൊക്കെ പോകുന്നുണ്ട്. മോഹൻ ഭാഗവതും നരേന്ദ്രമോദിയും സമാന വയസ്കരാണ്. അപ്പോൾ അവർ രണ്ടുപേർക്കും ഏകദേശം തുല്യ വയസ്സാണ്. മോഹൻ ഭാഗവത് 75 വയസ്സിൽ അങ്ങോട്ട് റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചാൽ നരേന്ദ്രമോദിയുടെ സ്ഥിതി എന്താകും എന്ന് കൂടി ആലോചിച്ചാൽ നന്നായിരിക്കും. കാരണം ഇനിയിപ്പോൾ അമിത്ഷായെയൊക്കെ പ്രധാനമന്ത്രിയാക്കണോ അതെയോ ഇനി യോഗി ആദിത്യനാഥിനെ പ്രധാനമന്ത്രിയാക്കണോ എന്നൊക്കെയുള്ള ചർച്ചകൾ RSS എടുത്ത അവരങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ പോയാൽ നമ്മുടെ പ്രധാനമന്ത്രി അതെ 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 അതെ. അപ്പോൾ എന്തായാലും ഇനി വരും ദിവസങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പഴയ ചൈനീസ് പ്രോവർബുണ്ട്, ഇൻട്രസ്റ്റിംഗ് ടൈംസ് ആണ് വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഒരു 2 വർഷം എന്തായാലും വളരെ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകും. ഇവിടെ അവിടെ ബീഹാറിൽ സംവരണം ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്നു. അവർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു പറയുന്ന അവിടുത്തെ BJPയുടെ ഉപമുഖ്യമന്ത്രി പറയുകയാണ് ബീഹാറിലെ. അപ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാർ ഈ പറയുന്ന സംവരണത്തിൽ ജാതി സെൻസസിൽ അടക്കമൊക്കെ തീരുമാനമെടുക്കാൻ ഒരു നിലപാട് സ്വീകരിച്ചേ മതിയാവുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇനി ഏക സിവിൽ കോഡ് നടപ്പാക്കാനാണെങ്കിൽ അവിടെ നായിഡുവും നിതീഷും കഴുത്തിൽ പിടിക്കും. യഷ്മി, ഇതെല്ലാം ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. നമുക്ക് അപ്പം മറുപടി പറയാം, അപ്പം ചർച്ച നടത്താൻ മറുപടി പറയാം. എനിക്ക് ഒറ്റ കാര്യമുണ്ട്. വാസ്തവത്തിൽ നിങ്ങൾ മത്സരിച്ചത് ഞങ്ങളെ തോൽപ്പിച്ച് അധികാരം പിടിക്കാനാണോ ഞങ്ങളുടെ ഭൂരിപക്ഷം കുറയ്ക്കാനാണോ? ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ വേണ്ടി മത്സരിച്ചവർ മാത്രമാണ്. മോദി ഭരിച്ചോട്ടെ, പക്ഷേ ഭൂരിപക്ഷം ഒന്ന് കുറച്ചാൽ മതി എന്ന് എഴുതിയിട്ടാണോ ഇവർ ജനങ്ങളെ അഭിമുഖിച്ചത്? അല്ല, ജനങ്ങൾ ഇവരെ തോറ്റു എന്നങ്ങ് സമ്മതിച്ചാൽ പോരെ. നരേന്ദ്രമോദിയെ ഭരിക്കാൻ വേണ്ടി ജനങ്ങളെ ഒരു പ്രശ്നം നിങ്ങൾ ആവശ്യമില്ലാത്ത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കോൺഗ്രസിന്റെ കുഴപ്പം അവർക്ക് അധികാരമില്ലാതെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത്. അവർക്ക് അധികാരം എന്ന് പറയുന്നത് അധികാരമില്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിൽ അവർ വളരെ അസ്വസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഭരണത്തെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. 30 സീറ്റ് മതി, 32 സീറ്റ് മതി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് ജനങ്ങൾ അവരോട് പ്രതിപക്ഷത്ത് പോയിരിക്കാറുള്ളത് ജനങ്ങൾ അവരോട് പ്രതിപക്ഷത്തിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവരവിടെ ഇരിക്കട്ടെ. ഈ രാജ്യത്ത് നരേന്ദ്രമോദിയോട് ഭരിക്കാൻ ഈ രാജ്യത്ത് സന്ദീപ് വാര്യർ എല്ലാ കാലവും എല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങളോട് ജനങ്ങൾ പ്രതിപക്ഷത്തിരിക്കാൻ നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ? എന്താ സംശയം? നിങ്ങൾ എത്ര പേരെ ചാക്കിട്ട് പിടിച്ച് ഇപ്പുറത്ത് ഭരിച്ചിട്ടുണ്ടെന്നേ? എത്ര സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിച്ചു? അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൂർണ്ണമായി ഭൂരിപക്ഷമില്ലാത്ത അവസരങ്ങളിൽ പലപ്പോഴും ചില പാർട്ടികൾ ക്ലെയിം ചെയ്യാറുണ്ട്, അവസരത്തിനൊത്ത് മറ്റു പാർട്ടികൾ നാളുകൾ വരാറുണ്ട്. ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ടല്ലോ. ഒറ്റ ഉദാഹരണം പറയാം. NT രാമറാവുവിന് എങ്ങനെയാണ് സർക്കാർ നഷ്ടപ്പെട്ടത്? ആഷ്മി നിശ്ചയിക്ക് ഏത് കാലമുള്ള ചരിത്രം ഈ ചർച്ചയിൽ പറയാമെന്ന് നിശ്ചയിക്ക്. എനിക്ക് പറഞ്ഞെങ്കിൽ NT രാമറാവുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് എങ്ങനെയാണ് ആന്ധ്രയിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായത്. NT രാമറാവുവിന്റെ പാർട്ടി എങ്ങനെ ഇവർ പിളർത്തി. രാമറാവു അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയ സമയത്ത് ആ പാർട്ടി ഇവരെങ്ങനെ അവിടുത്തെ ഗവൺമെന്റിനെ എങ്ങനെ വലിച്ചു താഴെയിട്ടു. ജനം പ്രതിപക്ഷത്തിരിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കും എന്നാണ് പറയാ. സന്ദീപ് ഒരുപാട് ഭൂതകാലത്തൊക്കെ പോകണ്ട, ഈ അടുത്ത കാലത്ത് നോക്ക്. അരുണാചലിലെ കാര്യം പറഞ്ഞോണ്ടാ. അരുണാചലിൽ 10 സ്ഥലങ്ങളിൽ നോമിനേഷൻ കൊടുക്കാൻ പറ്റാതെ ഇവർക്ക് എന്തുകൊണ്ട് പറ്റാതെ പോയി? അത് വേറെ കാര്യം. പ്രതിപക്ഷത്തെ ഉണ്ടാക്കേണ്ട ഞങ്ങളുടെ കടമയല്ല. അവർക്ക് നിൽക്കാൻ അവർ ജയിപ്പിച്ച മുഖ്യമന്ത്രി അടിച്ചോണ്ട് പോവാൻ എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ജനവിധിയെ മാനിക്കണമെന്ന്. കഷ്ടമല്ലേ? ചെകുത്താന്റെ വേദബോധനല്ലേ നേരത്തെ ലിജു പറയുന്നത് പോലെ? അല്ല, ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ അവകാശമില്ല ഈ രാജ്യത്ത്, ജനാധിപത്യ രാജ്യം. അങ്ങനെ ആളുകൾ വരുന്നുണ്ട്, ഞങ്ങളിലേക്ക് ആളുകൾ വരുന്നുണ്ട്. ഞങ്ങൾ അവരിലേക്ക് പോയിട്ടില്ല. സ്വാഭാവികമല്ലേ? നാളെ ഈ പാഠം പറഞ്ഞു കൊടുക്കരുത്. ബംഗാളിലെ BJP എംപിമാർക്കും തെലങ്കാനയിലെ BJP എംപിമാർക്കും ഈ പാഠം പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ വാക്കുകളിൽ ഒരു ചെറിയ ആളുകൾ മറിയുന്ന പ്രതീക്ഷ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ ബാനർജി പിടിച്ചോണ്ട് പോയാലോ അല്ലെങ്കിൽ കോൺഗ്രസ് പിടിക്കുന്ന കാര്യം പറയുന്നതല്ല, നിങ്ങൾക്ക് വേണ്ട. സമീപകാല ചരിത്രമുണ്ട്. അത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ലോക്സഭയിൽ അടൽ ബിഹാരി വാജ്പേയി ഒരു വോട്ടിന് പുറത്തുപോയൊരു സാഹചര്യം എങ്ങനെയായിരുന്നു? മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ ലോക്സഭാംഗം അംഗത്വം രാജിവെക്കാതെ തിരിച്ചു വന്ന് അധാർമികമായി വോട്ട് ചെയ്തതിന്റെ പേരിൽ ജനങ്ങൾ വീണ്ടും മോദി അമിത്ഷായും
അത് വാജ്പേയി അല്ലേ സാർ? അത് വാജ്പേയി. ഇത് മോദി അമിത്ഷായോ? നാളെ മോദി ഏറ്റെടുക്കും. അത് കഴിഞ്ഞ് വെള്ളം ഒരുപാട് പോയി. പലസ്തീനെ ഇഷ്ടപ്പെട്ട വാജ്പേയി, ഹമാസിനെ സപ്പോർട്ട് ചെയ്ത വാജ്പേയി, കോalition തരവ് പറഞ്ഞ വാജ്പേയി. ആ കാലം മാറിയില്ലേ? ആ കാലം മാറിയില്ലേ സന്ദീപ്? സാഹചര്യം ഉണ്ടായത് ആ വാജ്പേയിയാണ് ജനാധിപത്യ വിരുദ്ധമായി സാഹചര്യം ഉണ്ടായത്. അല്ല, ഞാൻ പറയുന്നത് ഈ സന്ദീപ് ഇപ്പോഴും ഇങ്ങനെ ശബ്ദം ഉയർത്തുന്നത് കേൾക്കുമ്പോൾ ജയിച്ചു എന്നുള്ളത് ശരിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് മൂന്നാമതും. പക്ഷേ റിയാലിറ്റി മനസ്സിലാക്കാതെ ഇങ്ങനെ ശബ്ദമുയർത്തി പോകുന്നത് തന്നെ യഥാർത്ഥത്തിൽ അസഹിഷ്ണുതയുടെ ഒരു സ്വഭാവമാണ്. ഞാൻ പറയട്ടെ, വാസ്തവത്തിൽ BJP അല്ല ജയിച്ചിരിക്കുന്നത്, പ്രതിപക്ഷ സഖ്യമാണ്. BJP പ്രതിപക്ഷ സഖ്യമല്ലേ, ഒന്നും ഇല്ലാത്തയിടത്തു നിന്നാണ് സീറ്റിലേക്ക്. ഓക്കെ, അപ്പൊ രണ്ട് വാദങ്ങൾ തുടരും. ശരി 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 63 സീറ്റ് നഷ്ടപ്പെട്ടു. ശരി 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 അപ്പൊ എന്തായാലും ആ രണ്ട് വാദങ്ങൾ തുടരും. അതോടൊപ്പം തന്നെ ശ്രീ ആനന്ദ് കൊച്ചിയോട് പറഞ്ഞതുപോലെ ഇനി വരാനുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇൻട്രസ്റ്റിംഗ് ടൈംസ് ആണ്. കാത്തിരുന്ന് കാണാം എങ്ങോട്ടൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ. നാളെ കാണാം. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.